प्रकाशपुंज का ये भंडार, हम आत्माएं यही पे रहते, यही हमारा है संसार। ഓം ശാന്തി. ശിവബാബക്ക് യാദ് ഹെ. മുരളി ഡേറ്റാണ് 6/4/2021. मुरलियों सारम, मीठे बच्चे अब वापस घर जाना है, इसलिए देहबान को भूल अपने को अशरीरी आत्मा समझो, सबसे ममत्व मिटा दो. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. മധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. അതിനാൽ ദേഹബോധത്തെ മറന്ന്, ദേഹം എന്ന ബോധത്തെ മറന്ന് സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുക. അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരോടുമുള്ള മമത അതോ മോഹത്തെ ഇല്ലാതാക്കുക. എല്ലാവരോടുള്ള മോഹത്തെ ഇല്ലാതാക്കുക.
प्रश्न, संगम युग पर तुम बच्चे बाप से कौन सा अक्ल सीखते हो? സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്നും ഏത് ബുദ്ധിയാണ് പഠിക്കുന്നത്? സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്നും എന്ത് ബുദ്ധിയാണ് പഠിക്കുന്നത്? उत्तर, तमो प्रधान से सतो प्रधान कैसे बने, अपनी तकदीर ऊंची कैसे बनाए? തമോ പ്രധാനത്തിൽ നിന്നും എങ്ങനെയാണ് സതോ പ്രധാനരാകേണ്ടത്? തമോ പ്രധാനത്തിൽ നിന്നും എങ്ങനെയാണ് സതോ പ്രധാനരാകേണ്ടത്? തൻ്റെ ഭാഗ്യത്തെ എങ്ങനെയാണ് ശ്രേഷ്ഠമാക്കേണ്ടത്? തൻ്റെ ഭാഗ്യത്തെ എങ്ങനെയാണ് ശ്രേഷ്ഠമാക്കേണ്ടത്? യെ അക്ല് അഭി ഹി തും സീഖ്തേ ഹോ. ഈ ബുദ്ധിയാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധിയാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്. जो जितना योगयुक्त और ज्ञानयुक्त बने हैं उनकी उतनी उन्नति होती रहेगी. ആരെത്രത്തോളം ജ്ഞാനയുക്തരും യോഗയുക്തരും ആകുന്നുവോ, ആരെത്രത്തോളം ജ്ഞാനയുക്തരും യോഗയുക്തരും ആകുന്നുവോ അത്രത്തോളം അവർ തൻ്റെ ഉന്നതിയെ നേടിക്കൊണ്ടിരിക്കും. അവർ അത്രത്തോളം അവരുടെ ഉന്നതിയെ നേടിക്കൊണ്ടിരിക്കും. उन्नति करने वाले बच्चे कभी भी छिप नहीं रह सकते. ഉന്നതി നേടിയിരിക്കുന്ന മക്കൾ ഒരിക്കലും മറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ഉന്നതി നേടിയിരിക്കുന്ന മക്കൾ ഒരിക്കലും മറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. बाप हर एक बच्चे के एक्ट से समझते कि कौन सा बच्चा अपनी ऊंची तकदीर बना रहा है. ഓരോ മക്കളുടെയും ആക്ട് അഥവാ അവരുടെ കർമ്മത്തിനനുസരിച്ച് ബാബ മനസ്സിലാക്കുന്നു ഏതെല്ലാം കുട്ടികളാണ് തൻ്റെ ഭാഗ്യത്തെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളുടെയും ആക്ട് അതായത് കർമ്മത്തിനനുസരിച്ച് ബാബ മനസ്സിലാക്കുന്നു ഏതെല്ലാം കുട്ടികളാണ് തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാബ സംഗമയുഗത്തിൽ നമ്മൾക്ക് എന്ത് ബുദ്ധിയാണ് നൽകിയത്? എങ്ങനെയാണ് തമോ പ്രധാനരായ നമ്മൾ സത്തോ പ്രധാനരാകേണ്ടത്? രണ്ടാമത്തത്, തൻ്റെ ഭാഗ്യത്തെ എങ്ങനെയാണ് നമ്മൾ ശ്രേഷ്ഠമാക്കേണ്ടത്? അപ്പോൾ ഈ ഒരു ബുദ്ധി ബാബ ഈ സമയത്താണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ബാബ പറയുന്നത് എത്രമാത്രം നമ്മൾ യോഗയുക്തരാകുന്നു, ജ്ഞാനയുക്തരാകുന്നു, അതിനനുസരിച്ച് എന്താ ഉണ്ടാവുക? നമ്മുടെ സ്വ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ഗീത് മർന തേരി ഗലിമേ ജീന തേരി ഗലിമേ. മരിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും അങ്ങയുടെ മടിത്തട്ടിൽ. ആരുടെയാണ്? ബാബയുടെ. ഓം ശാന്തി. സബ് ബച്ചോനെ ഈ ഗീത് സുന. ബാബ ചോദിക്കുകയാണ്, എല്ലാ കുട്ടികളും ഈ പാട്ട് കേട്ടിരുന്നു? बच्चे कहने से सर्व सेंटर्स के बच्चे जान जाते कि बाबा हम ब्राह्मणों के लिए कहते कि बच्चे गीत सुना, जीते जी गले का हार बनने के लिए, अर्थात मूल वतन में जाए बाबा के घर में रहने के लिए. അതായത് മക്കളെ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സെൻറ്ററിലുള്ള കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട് ബാബ നമ്മൾ ബ്രാഹ്മണരോടാണ് ഇത് പറയുന്നത്. അതായത് കുട്ടികളെ നിങ്ങൾ പാട്ട് കേട്ടോ എന്ന്. ഏതായിരുന്നു പാട്ട്? പാട്ട് മരണ തേരി ഗലീമേ. അതായത് മരിച്ചാലും ജീവിച്ചാലും
ബാബയുടെ മടിയിൽ. അപ്പം അതുകൊണ്ട് ബാപ്പന് ജീവിച്ചിരിക്കെ ബാബയുടെ കഴുത്തിലെ മാലയായി മാറുന്നതിനായി, അതായത് മൂലവതനത്തിൽ പോയി ബാബയ്ക്കൊപ്പം താമസിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഈ പാട്ടിൻ്റെ വരി പറഞ്ഞിരിക്കുന്നത്. മരിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും ബാബയുടെ മടിത്തട്ടിൽ. वो शिव बाबा का घर है ना जिसमें सब सालिग्राम रहते. ഇപ്പോൾ ബാബ പറയാണ് പരന്താമം എന്നുള്ളത് ബാബയുടെ വീടാണ്. അവിടെയാണ് നമ്മൾ എല്ലാ സാലിഗ്രാമങ്ങളും വസിക്കുന്നത്. സാലിഗ്രാമ അർത്ഥം ആത്മാക്കൾ. बच्चे ब्राह्मण कुलभूषण सुदर्शन चक्रधारी जानते हैं कि बरोबर वही बाबा आए हुए हैं. ബാബ പറയണ തീർച്ചയായിട്ടും മക്കളെന്ന് വെച്ചാൽ ആരാണ്? ബ്രാഹ്മണ കുലഭൂഷണരായ സ്വദർശന ചക്രധാരികളായ കുട്ടികൾ മനസ്സിലാക്കുന്നു ബാബ വന്നിരിക്കുന്നു. ഇന്നലെ പേര് പറഞ്ഞല്ലോ, എന്തൊക്കെയാ പേര് നമുക്കുള്ളത് എന്ന്. അത് ബാബ ഇന്ന് ആവർത്തിക്കുകയാണ്. ബ്രാഹ്മണ കുലഭൂഷണ സ്വദർശന ചക്രധാരി. कहते अभी तुमको अशरीरी बनना है അർത്ഥാത് ദേക്കെ ബാൻ കോ ഭൂൽന. പോകേണ്ടത് എവിടത്തേക്കാണ്? ബാബയുടെ അടുത്തേക്ക്, പരന്താമത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം. പക്ഷേ പോകണമെങ്കിൽ ബാബ പറയണ അശരീരിയാവുകയും വേണം. അതായത് ദേഹം എന്ന ബോധത്തെ നിങ്ങൾ മറക്കണം. അശരീരിയായാലേ മടക്കയാത്ര സാധ്യമാകൂ. അശരീരി അർത്ഥം എന്താണ്? ദേഹം എന്ന ബോധത്തെയും മറക്കണം. ये पुरानी दुनिया तो मिट जाएगी. ബാബ പറയണ ഈ കാണുന്ന ഈ പഴയ ലോകം നശിച്ചു പോകും. ഈ ശരീരക്കോത്തോ ചോടനാഹെ, ഈ ലോകം തന്നെ ഇല്ലാതാകുമെങ്കിൽ ഈ ശരീരം കൂടി എന്താകും? ഇവിടെ തന്നെ നാം ഉപേക്ഷിക്കണം. അർത്ഥാത്ത് സബ്കോ ചോടനാഹെ. ഒരാൾ വിട്ടു പോകും, ഒരാൾ പോവില്ല എന്നല്ല. ബാബ പറയണ പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് തന്നെ പോകണം. അതും എല്ലാവരും പോവുക തന്നെ ചെയ്യും. ക്യോങ്കി ദുനിയാ ഹി ഖത്തം ഹോനി ഹെ. ഇവിടെ നമുക്കായി ഒന്നും തന്നെ അവശേഷിക്കില്ല. ബാബ പറയണ ഈ പഴയ ലോകം, ഈ കാണുന്നത് എന്തോ, ഇതൊക്കെ എന്താകും? നശിക്കും. തോ അബ് ചൽനാ ഹെ വാപ്പിസ് ഘർ. അതുകൊണ്ട് ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ എങ്ങനെ തിരിച്ചു പോകണം, എന്ത് തയ്യാറെടുപ്പാണ് എടുക്കേണ്ടത്, നമ്മൾ എന്ത് പുരുഷാർത്ഥമാണ് സ്വയം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് പോകാൻ പറ്റുക? ബാബ പറയാണ് അശരീരിയാകണം. ദേഹം എന്ന ബോധം നിങ്ങൾ ത്യജിക്കണം. അതോടെ ബാബ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ലോകം തന്നെ പോകും. അതായത് ലോകം തന്നെ വിനാശാകുമ്പോൾ അവിടെ പിന്നെ എന്ത് ശരീരം, ആരുടെ ശരീരം? ഒന്നും ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് ബാപ്പൻ അത് ആ സത്യമായിരിക്കുന്ന കാര്യം ബാബ ബോധ്യപ്പെടുത്തി തരാണ്. ബാബ പറയണ അബ് ചൽനാ ഹെ വാപ്പിസ് ഘർ. ഈ ലോകം സമാപ്താകും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? തിരിച്ചു വീട്ടിലേക്ക് മടങ്ങണം. സബി ബച്ചോं को खुशी होती है क्योंकि आधा कल्प घर जाने के लिए बहुत धक्के खाए. അപ്പം ഈ കാര്യം കേൾക്കുമ്പോൾ ബാബ പറയുന്ന കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടോ തിരിച്ചു വീട്ടിൽ പോകുമെന്ന്? കാരണം എന്താണ്? അരക്കൽപ്പത്തിൽ നിന്നും ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നടത്തി. പരന്തു രാസ്ത മിലാനഹി. അവിടത്തേക്ക് ആരും മടങ്ങിപ്പോകാനും കഴിഞ്ഞില്ല. കാരണം ബാബ പറയാണ് ആർക്കും സത്യമായ വഴി തെളിഞ്ഞു കിട്ടിയില്ല. और ही भक्ति मार्ग का चटा देख मनुष्य फंस पड़ते. പക്ഷെ സംഭവിച്ചതെന്താ? ഭക്തിമാർഗത്തിലെ ഒരുപാട് ദൃശ്യങ്ങളിൽ കണ്ട് മനുഷ്യൻ സംശയിച്ചു കുടുങ്ങിപ്പോയി. യഹി ഭക്തി മാർഗ കി ദുബൻ ജിസ്മേ മനുഷ്യ മാത്ര ഗലേ തക്ക് ഫസ് ഗയേ. ബാബ പറയുന്ന ഭക്തിമാർഗമാകുന്ന ഈ ഒരു ചെളിയിൽ എല്ലാ മനുഷ്യരും കഴുത്തോളം മുങ്ങിക്കിടക്കുകയാണ്. ബാബ അബ് ബച്ചേ കേത്തെ ബാബ ഹം പുരാനി ദുനിയ പുരാനെ ശരീർ കോ ബോൽത്തെ ഹെ. ഇപ്പോൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കി ബാബ പറയുന്നത് ശരിയാണ്. ബാബയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പല രീതികളും പല വഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷെ അതൊക്കെ എന്തായിരുന്നു? ബാബ പറയുന്ന ചതുപ്പായിരുന്നു. അതുകൊണ്ട് മുങ്ങി താന്ന് നമ്മൾ പോയി. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് കഴുത്തോളം മുങ്ങി നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഈ സമയത്ത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇതിപ്പോൾ പഴയ ലോകമാണ്, ഇത് പഴയ ശരീരമാണ്. ബാബയോട് അതുകൊണ്ട് പറയാണ്, ബാബ
ഈ പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും ഞങ്ങൾ മറക്കും. അബ് ആപ്കെ സാത്ത് അശരീരി ബൻകർ ചലേംഗെ. ഇപ്പോൾ അശരീരികളായി നമ്മൾ ബാബയ്ക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങും. സബ്കി ബുദ്ധി മേഹെ പരംപിത പരമാത്മ പരന്താം സെ ആയേ ഹെ. നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് പരംപിത പരമാത്മ പരന്താമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഹംകോ ലേ ജാനെ കെ ലിയേ. ബാബ എന്തിനാണ് ഇത്രയും വഴി അകലെ വന്നത്? ബാബ പറയണ നമ്മളെ കൊണ്ടുപോകാനാണ് ബാബ വന്നിരിക്കുന്നത്. സിർഫ് കേത്തെ തും പവിത്ര ബൻ ഹംകോ യാദ് കരോ ജീത്തെ ജി മർന. ബാബ എന്താണ് കണ്ടീഷൻ വെച്ചിരിക്കുന്നത്? കേവലം നിങ്ങൾ പവിത്രരായി എന്നെ മാത്രം ഓർമ്മിക്കൂ, അതായത് ജീവിച്ചിരിക്കെ മരിക്കൂ. എന്താണ് ചെയ്യേണ്ടത്? ബാബയുടെ കൂടെ പോകണമെങ്കിൽ ബാബ വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് എന്താണ്? ബാബ പറയണ 1 പവിത്രമാകണം, 2 ബാബയെ ഓർമ്മിക്കണം. മൊത്തം സാരം ബാബ പറയണ ജീവിച്ചിരിക്കെ മരിക്കണം. തും ജാൻതി ഹോ വഹാ ഘർ മേ ആത്മായേ രഹതി ഹൈ, സബി ആത്മാ തോ ബിന്ദി ഹൈ. നമുക്കറിയാം അവിടെ വീട്ടിൽ ആത്മാക്കളാണ് വസിക്കുന്നത്. ബാബ പറഞ്ഞ ആത്മാ സൂക്ഷ്മ ബിന്ദു രൂപമാണ്. നിരാകാരി ദുനിയാമേ സബ് ആത്മാएं ചലി ജായേഗി, ജിത്തനെ മനുഷ്യ ഉത്തനി ആത്മായി വഹാ ഹോഗി. അതായത് നിരാകാരി ലോകത്തേക്കാണ് നാം എല്ലാ ആത്മാക്കളും മടങ്ങി പോവുക. അപ്പോൾ ബാബ പറഞ്ഞ ഇവിടെ എത്ര മനുഷ്യരുണ്ടോ അത്ര തന്നെ അവിടെ ആത്മാക്കളും. ആത്മായ ഉസ് മഹാതത്വ കി കിത്തനി ജഗഹ ലേത്തി ഹെ. അപ്പോൾ ബാപ്പണ ഇവിടെ എത്ര മനുഷ്യരുണ്ടോ അത്ര തന്നെ അവിടെ ആത്മാക്കൾ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ മഹത്തായ തത്വത്തിൽ എത്ര സ്ഥാനമായിരിക്കും ആത്മാക്കൾ എടുക്കുക. ഇവിടെ മനുഷ്യാത്മാക്കളാണ്. അതുകൊണ്ട് ഈ ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. നിൽക്കാനും താമസിക്കാനും സ്ഥലമില്ലാത്ത രീതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതേ സമയത്ത് ബാബ പറഞ്ഞ ആ മഹാതത്വത്തിൽ എത്ര സ്പേസ് ആയിരിക്കും ആത്മാക്കൾക്ക് വസിക്കാൻ വേണ്ടി ആവശ്യം വരിക. ശരീരത്തെ ഇത്തന ബഡാ ഹേ കിത്തനെ സ്പേസ് ലേത്ത. ഇവിടെ ശരീരം വലുതാണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ എത്ര സ്പേസ് എടുക്കും. ബാക്കി ആത്മാക്കോ കിത്തനി ജഗ ചായേ. ബാപ്പണി ബിന്ദു കുത്തിട്ട പോലെ ബിന്ദു ആത്മാക്കൾക്ക് വസിക്കാൻ വേണ്ടി അവിടെ എത്ര സ്പേസ് ആയിരിക്കും വേണ്ടി വരിക. ഹം ആത്മാ കിത്തനി ചോട്ടി ജഗ ലേങ്കി. ആത്മാക്കളായ നമുക്ക് എത്ര ചെറിയ സ്ഥലം മാത്രം പോരെ. ബൗത്തോടി ബാപ്പണ വളരെ കുറച്ച്. ആകാശതത്വം പോലെ തന്നെ ആയിരിക്കും, ആകാശതത്വത്തോളം വിശാലമായിരിക്കും പരന്താമം. അപ്പോൾ ബാപ്പണ ആ പരന്താമത്തിൽ ആത്മാക്കൾ വസിക്കുന്ന സ്പേസ് വളരെ കുറച്ച് മാത്രം. बच्चों को ये सब बातें बाप द्वारा सुनने का सौभाग्य अभी मिलता. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ബാബയിൽ നിന്നും കേൾക്കാനുള്ളൊരു സൗഭാഗ്യം ഇപ്പോഴാണ് നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ബാക്കി ബത്ലാത്തെ കി തും നംഗെ ആയേ തേ ഫിർ ശരീർ ധാരൺ കാ പാഠ് ബച്ചായ. ബാബ സത്യം വെളിപ്പെടുത്തുകയാണ്. കുട്ടികളെ നിങ്ങൾ വന്നതും അശരീരിയായാണ്. ശരീരമില്ലാതെ ഈ സാകാര ലോകത്ത് വന്ന് ശരീരത്തെ ധരിച്ച് പാർട്ട് അഭിനയിച്ചു. അഫി ജീത്തെ ജി മർന സബ്കോ ഭൂൽന. വരുമ്പോൾ ഒന്നുമില്ലാതെ വന്നു. ബാപ്പന് സ്വന്തം ശരീരം ഇല്ലാതെ വന്നു. ഇവിടെ വന്ന് ശരീരം എന്നത് ധരിച്ചുകൊണ്ട് നമ്മൾ പാർട്ട് അഭിനയിച്ചു. ഇപ്പോഴെന്ത് ചെയ്യണം? ബാപ്പനെ ജീവിച്ചിരിക്കെ മരിക്കണം, അതായത് എല്ലാത്തിനെയും നിങ്ങൾ മറക്കണം. ബാപ്പാക്ക് മർന സിക്കലാത്തെ. അപ്പോൾ ബാബ എന്താണ് പഠിപ്പിക്കുന്നത്? ബാബ വന്ന് പഠിപ്പിക്കുന്നത് തന്നെ എന്താ? മരിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാലയം ഈ ലോകത്ത് എവിടെയും കണ്ട? മരിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യാലയം. ബാബ പറയണ ഞാൻ വന്ന് നിങ്ങളെ മരിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. കേത്തെ അപ്പനെ ബാപ്കോ അപ്പനെ ഘർക്കോ യാദ് കരോ. എങ്ങനെയാ മരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ബാബ പറഞ്ഞു തരണ സ്വയം അച്ഛനെയും അതുപോലെ വീടിനെയും ഓർമ്മിക്കൂ. ബാബ പറയണ ഇതിനു വേണ്ടി കൂബ് പുരുഷാർത്ഥ കരോ. സമ്പൂർണ്ണ രീതിയിൽ ഈ ഒരു കാര്യത്തിൽ പുരുഷാർത്ഥം ചെയ്യണം. ഏത് പുരുഷാർത്ഥം? അച്ഛനെ ഓർമ്മിക്കുക, വീടിനെ ഓർമ്മിക്കുക. योग में रहने से पाप नाश होंगे, फिर आत्मा तमो प्रधान से सतो प्रधान बन जाएगी. इसलिए बाबा राय देते कल्प पहले भी कहा था कि देह के सब संबंध छोड़ मामिकम याद करो.
ബാബ അതിനെ വിശദീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഓർമ്മിക്കേണ്ടത്. കാരണം യോഗത്തിലിരിക്കുന്നതിലൂടെ പാപം നശിക്കുന്നു. പിന്നീട് ആത്മാ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനരായി മാറും. അതുകൊണ്ട് ബാബ ഡയറക്ഷൻ നൽകുകയാണ്. കൽപ്പം മുമ്പത്തെ പോലെ തന്നെ ബാബ ഇപ്പോഴും പറഞ്ഞു തരികയാണ്, ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച്, അതായത് ഉപേക്ഷിക്കുക പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് എല്ലാവരോടുള്ള മമതയെ ഒഴിവാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. സബ്കാ ഏക് ബാപ് തോ വോ ഹേ ന. ബാബ വേറെ തെറ്റായിട്ടല്ലല്ലോ പറയുന്നത്. ബാബ എന്താ പറയുന്നത്? എല്ലാവരുടെയും അച്ഛൻ ആരാണ്? ഒരേ ഒരു ബാബ തന്നെ. തും പ്രജാപിത ബ്രഹ്മ കെ മുഖവംശാവലി ബച്ചേ ഹോ ജോ ജ്ഞാൻ പാത്തേ രഹത്തെ ഹോ. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലികളായ മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളാണ് ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാബ പറയുന്ന ലോകത്തിലുള്ള സർവ്വ മനുഷ്യാത്മാക്കളുടെയും അച്ഛനാരാണ്? ശിവബാബ തന്നെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതാരാ? ഇപ്പോൾ നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലികളായതുകൊണ്ട് ബാബയിൽ നിന്ന് നേരിട്ട് ജ്ഞാനം കേൾക്കുന്നു എന്ന് മാത്രം. അവർക്ക് ജ്ഞാനം ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. കാരണം ശിവക്കെ ബച്ചേ തോ ഹോഹി. ബാപ്പൺ എല്ലാവരും ആരാണ്? ശിവൻ്റെ മക്കൾ തന്നെ. ഏതോ സബ്കോ നിശ്ചയ ഹേ ഹം ഭഗവാൻ കെ ബച്ചേ, അല്ലേ? ജ്ഞാനിയാകട്ടെ അജ്ഞാനികളാകട്ടെ, ബാപ്പൺ എല്ലാവർക്കും ഒരു കാര്യത്തിൽ നിശ്ചയമുണ്ട്, നമ്മൾ ഭഗവാന്റെ മക്കളാണ്. परंतु उनके नाम रूप देश काल को भूलने के कारण, പക്ഷെ സംഭവിച്ചതെന്താ? അവരുടെ നാമരൂപ ദേശകാലം എല്ലാം മറന്നത് കാരണം ഭഗവാൻ സേ കിസ്കാ ഭി ഇത്തന ലവ് നഹി രഹത. ബാബയെക്കുറിച്ച് പൂർണ്ണമായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ ഭഗവാന്റെ പരിചയമില്ല. നാമത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ ദേശത്തെക്കുറിച്ചോ ഭഗവാൻ വന്ന സമയത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചുള്ള അറിവില്ലാത്ത കാരണത്താൽ ആ ഭഗവാനോട് സത്യമായ സ്നേഹം ഇല്ല. കിസ്കോ ദോഷ് നഹി ദേത്ത. ബാപ്പൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇതാരുടെ കുറ്റവുമല്ല. പിന്നെന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? ബാപ്പണി എ ബി ഡ്രാമേ നൂൺ. ബാബ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കുട്ടിയെ എന്നെ മറന്നു പോയല്ലോ, എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ബാപ്പണ ആരുടെയും കുറ്റമല്ല. കുറ്റം ആരുടെയാണ്? അത് മുൻകൂട്ടി ഡ്രാമയിൽ ഫിക്സാണ്. ബാബ समझाते कि तुम आत्मा कितनी छोटी बिंदी हो, उसमें 84 जन्मों का पार्ट नोंदा हुआ, कितना वंडर है. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരണം. നോക്കൂ, നിങ്ങൾ ആത്മാക്കൾ എത്ര സൂക്ഷ്മ ബിന്ദുവാണ്. നിങ്ങൾ 84 ജന്മങ്ങളുടെ പാർട്ടാണ് ആ സൂക്ഷ്മ ബിന്ദുവായിരിക്കുന്ന ആത്മാവിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബാപ്പണ് എന്തൊരു അത്ഭുതമാണ്. ആത്മാ കൈസെ ശരീരേക്ക് പാർട്ട് ബച്ചാത്തി ഹേ, അഭി തുമക്കോ ബേഖദ് കെ പാർട്ട് കാ പതാ പടാ. നോക്കൂ, ആത്മാവ്, ഇത്രയും സൂക്ഷ്മ ബിന്ദുവായ ആത്മാ എങ്ങനെയാണ് ശരീരം എടുത്ത് പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്ത പാർട്ടിനെ കുറിച്ച് മനസ്സിലായി, അല്ലേ? പരിധിയില്ലാത്ത പാർട്ട് എന്ന് പറയുമ്പോൾ കേവലം മനുഷ്യജന്മം ഒന്നല്ലല്ലോ. ഭക്തി മാർഗത്തിൽ നമ്മൾ പഠിച്ചത് എന്താ? മാനവജന്മം ഒരു ശ്രേഷ്ഠ ജന്മമാണ്. അത് കേവലം ഒരേ ഒരു ജന്മാണെന്നാണ് പഠിച്ചു വന്നതും കേട്ട് വന്നതും അഥവാ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മളുടെ പരിധിയില്ലാത്ത പാർട്ടാണ്. അതായത് 4 യുഗങ്ങളിലൂടെ നമ്മൾ പുനർജന്മത്തിലൂടെ കടന്നു വന്നു. ഈ ജ്ഞാൻ അവർ കോയിക്കോ ഹൈ നഹി. പക്ഷെ ഈ ജ്ഞാനം മറ്റാരിലുമില്ല. അഭിത്തും ദേഹ അഭിമാനിത്തെ. ബാബ പറയണ ഇപ്പോൾ നിങ്ങൾ ആരാണ്? ദേഹത്തിൻ്റെ അഭിമാനികളാണ്. അഭി കിത്തന പൾട്ടാക്കായ. ബാബ ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കിയേ, നിങ്ങൾ ദേഹാഭിമാനത്തിൽ വന്ന് എത്രത്തോളം തലകുത്തി മറിഞ്ഞിവിടെ എത്തി. वो भी हर एक की तकदीर पर है. ബാപ്പൻ ഓരോ വീഴ്ചയിലെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതും ബാബ പറയുന്ന ഓരോരുത്തരുടെ ഭാഗ്യത്തിനനുസരിച്ചാണ് ഇങ്ങനെ തലതിരിഞ്ഞ് ഇവിടെ എത്തുന്നത്. അവസാനം ബാബയുടെ മടിത്തട്ടിൽ വന്ന് വീഴുന്നത്. കൽ പേലെ വാലി തക്ദീർ കാ അബ് സാക്ഷാത്കാർ ഹോ രഹാ ഹെ. അപ്പോൾ ബാപ്പന് കൽപ്പം മുമ്പത്തെ നിങ്ങൾ നേടിയ ഭാഗ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്
ഇപ്പോൾ നടക്കുന്നത്. നമ്മളിവിടെ വന്നത് തന്നെ ഏതിൻ്റെ ആധാരത്തിലാണ്? ബാബയുടെ മക്കളാകുന്നത് തന്നെ ഏതിൻ്റെ ആധാരത്തിലാണ്? കൽപ്പം മുമ്പത്തെ ഭാഗ്യത്തിൻ്റെ ആധാരത്തിൽ. ബാബയുടെ കൽപ്പം മുമ്പ് നിങ്ങൾ ബാബയുടെ കുട്ടിയായിരുന്നു. ഏത് സമയത്ത് ബാബയുടെ കുട്ടിയായി, ഏത് സമയത്ത് ജ്ഞാനെടുത്ത്, അതുപോലെ ഈ സമയത്തും എന്താകും? ബാബയുടേതായിട്ട് മാറും. വീണ്ടും തൻ്റെ ഭാഗ്യം തിരിച്ചെടുക്കും. ദുനിയാമേ കിത്തനെ ഡേർ മനുഷ്യ ഹരേക്ക് അപ്പനെ തക്കതീർ. ബാപ്പനെ ആരും ഇവിടെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. ബാപ്പനെ ലോകത്തിൽ എന്തുമാത്രം മനുഷ്യരുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന ഭാഗ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ജൈസ ജൈസ ജിസ്നെ കർമ്മ കിയാ ഉസ് അനുസാർ ദുഃഖി സുഖി സാവുക ഗരീബ് ബന്തി കോൻ. അതായത് ബാബ പറയുന്ന ആരെങ്ങനെ കർമ്മം ചെയ്തുവോ അതിനനുസരിച്ചാണ് ദുഃഖിയും സുഖിയും സമ്പന്നരും ദരിദ്രരുമായിട്ട് മാറുന്നത്. അങ്ങനെ ആകുന്നതാരാ? ബന്തി ആത്മാഹെ. ആകുന്നതാരാണ്? ആത്മാവാണ്. ആത്മാ कैसे सुख में आती है फिर दुख में आती है ये बाप बैठ समझाते हैं. എന്നാൽ ആത്മാവ് എങ്ങനെയാണ് സുഖത്തിലേക്ക് വരുന്നതെന്നും സുഖത്തിലുണ്ടായ ആത്മ എങ്ങനെ ദുഃഖിയായി മാറിയതെന്നും ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? ബാബ. തമോ പ്രധാൻ സെ സതോ പ്രധാൻ ബന്നെ കാ അക്ല് ബാപ്പ് ഹി സിക്കാത്തെ കൽ പേലെ മുഹാഫിക്ക്. അതുകൊണ്ട് ബാപ്പന് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനരായി മാറാനുള്ള ആ ഒരു ബുദ്ധി പഠിപ്പിച്ചു തന്നതാരാണ്? ബാബ. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലേ ചെയ്യാൻ. അവിടെ പോയ സുഖം കിട്ടും, ഇവിടെ പോയ ശാന്തി കിട്ടും, അവിടെ പോയാൽ ശത്രു സംഹാരം ചെയ്യുക, ഇവിടെ പോയാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ബാബ എന്താ ചെയ്തത്? പിടിച്ചൊരു ഭാഗത്തിരുത്തി പറയാണ്, നീ തന്നെ നിന്നെന്താക്കി മാറ്റണം? തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനാക്കി മാറ്റണം. അതിനുള്ള വിദ്യ ബാബ പഠിപ്പിച്ചു തരാണ്. അപ്പം അതുവരെ ആ ബുദ്ധി ഉണ്ടായിരുന്നില്ല. ഇപ്പം ബാബ ആ ബുദ്ധി പറഞ്ഞു തരികയാണ്. ജിത്ന ജിസ്നെ അക്ല് പായ ഉത്തനാ ഹി അബ് പാ രഹേ. കൂടുതൽ ബുദ്ധിയും എടുക്കാൻ പറ്റില്ല. എന്ത് ഇനി കൂടുതൽ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നേടി വലിയ പോസ്റ്റിലേക്ക് പോകാം, ലക്ഷ്മി നാരായണിലേക്ക് എത്താം. ബാബ പറഞ്ഞ അതും നടക്കില്ല. ബാബ പറഞ്ഞു തരാണ്, ആരെത്ര ബുദ്ധി സമ്പാദിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ എന്ത് നേടാൻ പറ്റൂ? ഭാഗ്യത്തെ ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ബാബ പറയണ പിച്ചാടി തക് ഹരേക്ക് കി തക്ദീർ കോ സമജ് ജായേഗ. ഇപ്പോൾ മനസ്സിലാവുകയില്ല. ഇന്ന് കാണുമ്പോൾ വിചാരിക്കുക അയാൾ നാരായണനാകുമെന്ന്. ബാബ പറഞ്ഞു തരണ എല്ലാത്തിൻ്റെ റിസൾട്ട്, ഓരോരുത്തരുടെ ഭാഗ്യം എന്താണ് എന്നുള്ളത് അവസാനം മനസ്സിലാകും. ഫിർ കെഹെങ്കെ കൽപ്പ് കൽപ്പ് ഐസേ ഹി ഹരേക്ക് കി തക്ദീർ രഹേഗി. അപ്പോഴേ പറയാൻ പറ്റുക കൽപ്പം കൽപ്പം ഓരോരുത്തർക്കും അവരവരുടെ ഭാഗ്യം അതിനനുസരിച്ച് ഉണ്ടാകും. जो अच्छा യോഗയുക്ത ജ്ഞാനയുക്ത ഹോഗ ഓ സർവീസ് ബി കർത്താ രഹേഗ. അതിൻ്റെ ഇടയിൽ ബാബ പറയാണ്, ഏത് മക്കളാണ് ഇതൊക്കെ മനസ്സിലാക്കി ബാബയിൽ നിന്നും ബുദ്ധിയൊക്കെ പഠിച്ച് ജ്ഞാനയുക്തരും യോഗയുക്തരുമായിരിക്കുന്നത്, അവരെന്ത് ചെയ്യും? അവർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. പഠായ്മേ സദൈ ഉന്നതി ഹോത്തി രഹത്തി ഹെ. ബാബ പറയണ പഠിപ്പിലാണല്ലോ സദാ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കുക. कोई बच्चे जल्दी उन्नति को पा लेते, कोई बहुत माता कपाते हैं. यहाँ भी ऐसे. ബാബ പറയണ ലൗകിക വിദ്യാലയങ്ങളിൽ ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഉന്നതിയെ നേടും. പക്ഷെ ചില കുട്ടികൾ എത്ര തലകുത്തി മറിഞ്ഞാലും അവർക്ക് മാർക്ക് നേടാൻ പറ്റുകയില്ല. അതുപോലെ ബാബ പറയണ ഇവിടെയും അങ്ങനെ തന്നെയാണ് കുട്ടികൾ. കൽപ്പ് കൽപ്പ് പെഹലെ മുഹാഫിക്ക് ജോ ജോ ഉന്നതി കർത്തെ वो छिपे नहीं रह सकते. കൽപ്പം കൽപ്പത്തിനെ പോലെ ആരൊക്കെ ഉന്നതി നേടി വന്നോ ബാബ പറഞ്ഞ അവരൊരിക്കലും മറഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. ബാബ് തോ ജാൻതി ഹേ ന സബ്കാ കണക്ഷൻ ശിവ ബാബ സേ ഹെ. ഒരു കാര്യം ബാബ പറഞ്ഞു തരാണ്, എല്ലാവരുടെയും കണക്ഷൻ ആരോടാണ്? ശിവബാബയോട് തന്നെ. യബി ബച്ചോं की एक्ट देखते समझ जाते तो वो भी देखते.
അതായത് ബാബയ്ക്ക് ഏതുപോലെ കുട്ടികളുടെ പ്രവൃത്തി കർമ്മം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ ബ്രഹ്മാബാബയ്ക്കും മനസ്സിലാക്കാൻ പറ്റും ഏത് കുട്ടി ഏത് ഭാഗ്യം എടുക്കും, അഥവാ എത്രത്തോളം ഉന്നതി പ്രാപിക്കും എന്നുള്ളത്. ഇൻസേബൽ കൊയ് ചിപ്പായേ പരന്തു ശിവ ബാബ സേ തോ ചിപ്പാ നഹീ സക്കേഗാ ന. ബ്രഹ്മാബാബയിൽ നിന്നും ആർക്ക് എന്ത് വേണമെങ്കിലും മറച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ബാബന് ശിവബാബയിൽ നിന്നും ആർക്കും ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. ഭക്തി മാർഗ് में ही परमात्मा से नहीं छिपा सकते तो ज्ञान मार्ग में कैसे छिपा सकते? ബാപ്പയുടെ ഭക്തി മാർഗത്തിൽ തന്നെ പരമാത്മാവിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമായിട്ടില്ല. അപ്പോൾ പിന്നെ നേരിട്ട്, അതായത് ജ്ഞാനമാർഗത്തിൽ എങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാം? ബാബ് സംജാത്തെ രഹത്തെ പഠായി തോ ബോധ് സഹജ്. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, പഠിപ്പ് വളരെ എളുപ്പമാണ്. കർമ്മ ബി കർനാ ഹെ, കർമ്മം ചെയ്യുകയും വേണം. രഹനാ ബി മിത്ര സംബന്ധിയോ കെ പാസ് പുരാനി ദുനിയാമേ, നമ്മൾ വസിക്കേണ്ടതും ആർക്കൊപ്പമാണ്, താമസിക്കേണ്ടത് ആർക്കൊപ്പമാണ്? ബന്ധുമിത്രാദികൾക്കിടയിൽ, അതും ഈ പഴയ ലോകത്ത്. വഹാ രഹക്കർ മെഹനത്ത് കർണീ ഹെ, അവർക്കൊപ്പം ഇരുന്ന് അവരോടൊപ്പം ജീവിച്ച് നമ്മൾ എന്ത് പരിശ്രമിക്കണം? ബാബ പറഞ്ഞു തരണം, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ചായി പാവനമായി ഉന്നതി നേടാൻ വേണ്ടി പരിശ്രമിക്കണം. यहाँ रहकर पुरुषार्थ करने वालों से वहाँ घर में रह पुरुषार्थ करने वाले तीखे हो सकता. അതായത് ബാബ പറഞ്ഞു തരാണ്, ഇവിടെ ഇരുന്ന് പുരുഷാർത്ഥം ചെയ്യുന്നവർ നിന്നേക്കാളും വീട്ടിലിരുന്ന് പുരുഷാർത്ഥം ചെയ്യുന്നവർ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. അഗ ഐസെ ലഗൻ ഹേത്തോ, ബാബ പറഞ്ഞു തരാണ്, അത്രത്തോളം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ട്, ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് വളരെയധികം ഉന്നതി നേടാൻ സാധിക്കും. शास्त्रों में अर्जुन और बील का मिसाल है ना. बल बील बाहर का रहने वाला था, लेकिन अभ्यास से वो अर्जुन से भी तीर चलाने में होशियार हो गया. അതുകൊണ്ട് ആ ഒരു കഥയുടെ രൂപത്തിൽ ഉദാഹരണം കാണിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൽ. അർജുനനും പിന്നീട് ഏകലവ്യൻ്റെ കഥ അല്ലേ. അർജുനൻ ഗുരുവിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് പഠിച്ചതാണ്. ഗുരു മുഖേന ശസ്ത്രവിദ്യകളൊക്കെ അഭ്യസിച്ചു. പക്ഷേ ഏകലവ്യൻ മറഞ്ഞു നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നതിനെ കണ്ടിട്ടാണ് പഠിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിദ്യ ആർജിച്ചതാരായിരുന്നു? അതായത് ശസ്ത്രവിദ്യയിൽ നിപുണനായി മാറിയതാരായിരുന്നു? ഏകലവ്യനാണ്. അപ്പം അതുകൊണ്ട് ബാബ പറയുന്നത് ബൽ ബീൽ ബാഹർ കാ രഹനെ വാലാ ത. അതായത് ആ ഒരു ആദിവാസി അഥവാ ഏകലവ്യൻ പുറമെ വസിക്കുന്നവനായിരുന്നു. എന്നിരുന്നാലും അഭ്യാസത്തിൽ കൂടി അർജുനനിലൂടെ അമ്പെയ്യുന്ന കാര്യത്തിൽ വളരെ സമർത്ഥനായിരുന്നു. तो गृहस्थ व्यवहार में कमल फूल समान रहना. അതുപോലെ ബാബ പറഞ്ഞത് ആരുടെ ഉദാഹരണമാണ്? നമ്മുടെ തന്നെ ഉദാഹരണമാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് താമര പുഷ്പ സമാനരായിരിക്കണം. യബി തും മിസാൽ ദേखेंगे. ബാബ പറഞ്ഞ അങ്ങനെയുള്ള ഉദാഹരണങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗൃഹസ്ഥ വ്യവഹാർ മേ രഹ് ബഹുത് അച്ഛി സർവീസ് കർ സക്തി. ബാബ പറയുന്ന ഗൃഹസ്ഥ പരിവാരത്തിൽ ഇരുന്നവർക്കും വളരെ നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ സാധിക്കും. വോ ജാസ്തി വൃദ്ധിക്കോ പാത്തേ രഹേംഗെ. അങ്ങനെ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി നേടുന്നവരായിരിക്കും. യഹാ രഹനെ വാലോം കോ ബി മായ ചോടത്തി നഹി. ബാബ പറഞ്ഞ സെൻട്രലിൽ ഇരിക്കുന്നവരാണെന്ന് വിചാരിച്ച് മായ അവരെ വെറുതെ വിടുമൊന്നുമില്ല. ഐസെ നേക്കി ബാബ കെ പാസ് ആനെ സെ ചൂട് ജാത്തെ. അവർ ബാബയുടെ അരികിലാണെന്ന് പറഞ്ഞ് മായ അവരൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. ഹരേക്ക് കാ അപ്പന അപ്പന പുരുഷാർത്ഥി. അതുകൊണ്ട് ബാബ പറയുന്നു, ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന പുരുഷാർത്ഥം. അത് സെൻട്രലിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, അതേ രൂപത്തിലുള്ള മായയും വരും. അതുപോലെ ബാബിനെ ഗൃഹസ്ഥലിരിക്കുന്നവർക്കും ആ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. പക്ഷേ ബാബ പറഞ്ഞു തരുന്ന എന്തായാലും പുരുഷാർത്ഥത്തിലൂടെയാണ് ഉന്നതി നേടാൻ പറ്റുക. गृहस्थ व्यवहार में रहने वाले यहाँ रहने वालों से अच्छा पुरुषार्थ कर सकते हैं.
ബാബ പറയുന്ന സെൻട്രലിൽ താമസിക്കുന്നവരെക്കാളും കൂടുതൽ ഗൃഹസ്ഥത്തിലിരിക്കുന്നവർക്ക് പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കും. ബഹുത് അച്ചി ബഹാദുരി ദിക്കാ സക്തി ഹെ, അത്രത്തോളം സാമർഥ്യം നിങ്ങൾ കാണിക്കേണ്ടതായി വരും. ഉൻകോ ഹി മഹാവീർ കഹാ ജാത്ത. അതായത് ബാബയുടെ കുടുംബത്തെയും പരിപാലിച്ച് അതേസമയത്ത് ബാബ നൽകിയിരിക്കുന്ന ശ്രീമതപ്രകാരം ബാബയുടെ സേവനം ചെയ്ത് അത്രയും സമർത്ഥരായി പോകുന്ന കുട്ടികളെയാണ് എന്ത് ബാബ വിളിക്കുക? മഹാവീരന്മാരെന്ന് വിളിക്കുക. ജോ ഗ്രഹസ്ഥ വ്യവഹാർ മേ രഹ്കർ കമൽ ഫൂൽ സമാൻ ബൻകർ ദിക്കായേ. അതായത് ബാബ നൽകിയിരിക്കുന്ന എല്ലാ ശ്രീമതത്തെയും പാലിക്കണം. ഗൃഹസ്ഥത്തിലിരിക്കുമ്പോൾ ബാബ പറയുന്ന താമരപുഷ്പ സമാനരായി ഇരുന്ന് കാണിക്കാൻ പറ്റണം. കഹെങ്കെ കി ബാബ ആപ്നെ തോ ചോടാ ഹെ. ബാബ കേത്തെ ഹംനെ കഹാ ചോടാ, മുझे ഹി ചോഡ്കർ ഗയേ ഹെ. അപ്പം ചില കുട്ടികൾ ബാബയോട് പറയും, ബാബയല്ല എന്നെ ഉപേക്ഷിച്ചത്. അപ്പോൾ ബാബ പറയണ, ഞാനെവിടെ ഉപേക്ഷിച്ചു? നിങ്ങളല്ല എന്നെ ഉപേക്ഷിച്ച് പോയത്. ബാബ തോ കിസ്കോ ബി ചോഡ് നഹി ആയേ. ബാബ പറയണേ, ഞാൻ ആരെയും ഉപേക്ഷിച്ച് വരാറില്ല. घर में और ही बच्चे आ गए, बाकी कन्याओं के लिए तो बाबा कहते कि तुम ये सब ये सर्विस ഈശ്വരീയ സർവീസ് കറോ. അതായത് ബാബ പറഞ്ഞു തരണം, ഇപ്പോൾ ബ്രഹ്മ ബാബ ശരീരം വിട്ടെങ്കിൽ പോലും അവ്യക്തമായെങ്കിൽ പോലും ബാബ പറഞ്ഞ അത് സർവീസിൻ്റെ മറ്റൊരു രൂപത്തിലേക്കാണ് പോയത്. അപ്പോൾ ബാബ പറയണം, നോക്കൂ, ബാബയുടെ വീട്ടിലേക്ക് ധാരാളം കുട്ടികൾ വന്നില്ലേ. ബാക്കി കന്യാവും കേലിയത്തോ ബാബ കേത്തേക്ക് തുമേ ഈശ്വരീയ സർവീസ് കറോ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ് കന്യകമാരോട്, അവർ ബന്ധനമുക്തരാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ബാബയുടെ സർവീസിലേക്ക് വേണ്ടി മുന്നോട്ട് വരാൻ പറ്റും. യേ ബി ബാബാ ഹേ വോ ബി ബാബാ ഹേ, കുമാർ ബി ബഹുത് ആയേ ലേക്കിൻ ചൽ നാ സകേ. ബാബ പറയുന്നത് ശുഭാബിയും അച്ഛനാണ്, ബ്രഹ്മബാബിയും അച്ഛനാണ് നമുക്ക്. ബാബ പറയുന്നത് ധാരാളം കുമാരന്മാരും ബാബയുടെ അടുത്തേക്ക് വന്നിരുന്നു, പക്ഷെ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിച്ചില്ല. കന്യായെ ഫിർബി അച്ചി, പിന്നെയും പിടിച്ചു നിന്നതാരാണ്? കന്യകമാരാണ്. കന്യ സൗ ബ്രാഹ്മണോ സെ ഉത്തം ഗിന്നി ജാതി. അതുകൊണ്ട് ബാബയുടെ കണക്കിൽ ഒരു കുമാരി അഥവാ ഒരു കന്യക എന്ന് പറഞ്ഞാൽ 100 ബ്രാഹ്മണർക്ക് ഉത്തമമാണ്, ബ്രാഹ്മണർക്ക് തുല്യമാണെന്ന് ബാബ കണക്കാക്കുന്നു. തോ കന്യായി വോ ജോ 21 കുൽ കാ ഉദ്ധാർ കരെ, ജ്ഞാൻ കെ ബാൺ മാരെ. അതുകൊണ്ട് ബാബ പറയണ കന്യക എന്ന് പറയുമ്പോൾ 21 കുലത്തിൻ്റെ ഉദ്ധാരം ചെയ്യുന്നവളാണ്, അതായത് ജ്ഞാന അമ്പ് ചെയ്യുന്നവരാണ്. ബാക്കി ജോ ഗൃഹസ്ഥ മേ രഹത്തി വോ ബി കെ ടെഹരെ. ബാക്കി ബാബ പറഞ്ഞു തരാണ്, ഗൃഹസ്ഥത്തിലിരിക്കുന്നവരെയും ബാബ എന്തെന്നാ പേര് വിളിച്ചത്? ബ്രഹ്മകുമാർ, ബ്രഹ്മകുമാരി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആകെ ചൽ ഉനോകാ ബി ബന്ധൻ കലാസ് ഹോ ജായേഗ. ഇപ്പോൾ ഗൃഹസ്ഥത്തിലിരിക്കുന്ന അച്ഛനമ്മമാർ കുട്ടികളൊക്കെ വിട്ടുവാന്ന് പറഞ്ഞ ബാബ അത്തരത്തിലൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ബാബ പറഞ്ഞു തരാണ്, ബന്ധനമുക്തരായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ധാരാളം ബാബയുടെ സേവനാർത്ഥം വേണ്ടി വരാൻ പറ്റും. അതിലും ബാബ പറയുന്ന കന്യകമാരും കുമാരന്മാരും ബന്ധനമുക്തരായിരിക്കും. പക്ഷേ ബാബ പറയുന്ന ഇനി മുന്നോട്ട് ഗൃഹസ്ഥത്തിലിരിക്കുന്നവരും പലരും ബന്ധനമുക്തരായിട്ട് മാറും. സർവീസ് തോ കർനാ ഹി ഹെ. ബാപ്പണ ഗൃഹസ്ഥികളാകട്ടെ ആരോ ആകട്ടെ, ആരായാലും സേവനം ചെയ്യുക തന്നെ വേണം. കൈ സർവീസ് കർനെ വാലെ ബച്ചെ ബാപ് ദാദാക്കെ ദിൽ പർ ചടേ ഹുയേ ഹെ. അത്തരത്തിൽ ബാബ പറഞ്ഞ സർവീസ് ചെയ്യുന്ന കുട്ടികൾ ബാബ്ദാദയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരുണ്ട്. ജോ ഹസാറോ കാ കല്യാൺ കർ രഹേ ഹെ. ഗൃഹസ്ഥത്തിൽ കഴിയുന്ന അത്തരത്തിൽ ബാബയുടെ കുട്ടികളുണ്ട്. അവർ ആയിരക്കണക്കിന് ആത്മാക്കളുടെ മംഗളം ചെയ്യാൻ വേണ്ടി നിമിത്തമായി മാറിയവർ. तो ऐसे സർവീസേബിൾ ബച്ചോം പർ ആശീർവാദ് ബി ആത്തി രഹേഗി. അത്തരത്തിൽ സർവീസേബിൾ ആയിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രാപ്തിയാണ് ഉണ്ടാവുക? ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഒരാത്മാവ് എന്നിലൂടെ നന്നായി എങ്കിൽ, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി എങ്കിൽ, അവരുടെ മനസ്സിൽ നിന്ന് എന്നിലേക്ക് വരുന്നത് എന്താ? ആശീർവാദമായിരിക്കും. അപ്പോൾ ബാബ പറയുന്ന ധാരാളം ആത്മാക്കൾക്ക് ജീവദാനം കൊടുത്താൽ അവരുടെ ആശീർവാദമൊക്കെ ആർക്ക് വരും? എന്നിലേക്ക് വരും.
വേ ദിൽ പർ ചടേ രഹേങ്കി. അത്തരത്തിലുള്ള കുട്ടികൾക്ക് എവിടെയായിരിക്കും സ്ഥാനം ഉണ്ടാവുക? എല്ലാവരുടെ ഹൃദയങ്ങളിൽ. ജോ ദിൽ പർ ഹേ വഹി തഖ്ത് പർ ബൈഠേഗ. ആരാണോ ഇപ്പോൾ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നത് അവർക്ക് സ്ഥാനം പിന്നീട് എവിടെയായിരിക്കും? അവർ സിംഹാസനത്തിൻ്റെ അധികാരികളാകും. तो बाबा कहती आपस में मिलकर युक्ति रचते रहो. അതുകൊണ്ട് ബാബ പറയുന്ന പരസ്പരം ഒത്തുചേർന്ന് പല രീതിയിലുള്ള യുക്തികൾ രചിക്കണം. എങ്ങനെ സർവീസ് ചെയ്യാം, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടത്. ചിത്ര ബി ബൻതേ രഹതി ഏസ പ്രാക്ടിക്കൽ ബാത്ത്. അതിനനുസരിച്ച് ചിത്രങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ബാബയുടെ ഈ സേവനം ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് എക്സിബിഷൻ വയ്ക്കാം, ചിത്രപ്രദർശനി വയ്ക്കാം. ഇപ്പോൾ പല രീതിയിലും ഇപ്പോഴെല്ലാം നെറ്റ് വഴി ആയതുകൊണ്ട് എല്ലാം ഓൺലൈനായി. പക്ഷെ ബാബയുടെ ഏതെങ്കിലും മാധ്യമത്തിൽ കൂടി സർവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. അതിനുള്ള പ്ലാനുകളൊക്കെ നിങ്ങൾ തയ്യാറാക്കണം. अभी तुम समझते हो कि परमपिता परमात्मा निराकार है, वो भी बिंदी है. ഒരു കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കിയ സത്യം എന്താണ്? പരംപിത പരമാത്മ നിരാകാരനാണ്, അതിസൂക്ഷ്മ ബിന്ദുവാണ് അല്ലേ? ആത്മാവായ ഞാൻ ബിന്ദുവാണ്. ഞാൻ ആത്മാവിൻ്റെ അച്ഛനാരാ? ആരാ? परमपिता परमात्मा निराकारन. परंतु वो नॉलेजफुल पतित पावन है. പക്ഷേ ബാബ നോളജ്ഫുള്ളാണ്, പതീത പാവനാണ്. ആത്മാ ബി ബിന്ദി. ബാബ ബിന്ദു എന്നതുപോലെ തന്നെ നമ്മൾ ആത്മാക്കളും സൂക്ഷ്മ ബിന്ദുക്കളാണ്. ബച്ച ഫിർ ബി ചോട്ടാ ഹോത്താ. അപ്പോൾ ബാബ ഏതുപോലെ ബാപ്പണ് കുട്ടികൾ ചെറുതായിരിക്കല്ലോ. ബാപ്പോ ബച്ചേ മേ ഫറക് തോ ഹോത്താ ഹെ. സാധാരണ രീതിയിൽ അച്ഛനും കുട്ടി എന്ന് പറയുമ്പോൾ അച്ഛൻ മുതിർന്നതായിരിക്കും, കുട്ടി ചെറുതായിരിക്കില്ലേ? ആ ഒരു സങ്കല്പമല്ലേ ഉണ്ടാവുക. അതുപോലെ തന്നെ ബാബ പറയണേ പരമാത്മ അച്ഛനും അതുപോലെ തന്നെ ആത്മാക്കളിലും വ്യത്യാസമുണ്ട്. ആജ്കൽ തോ 15-16 വർഷ വാലേ ബി ബാബ് ബൻ ജാത്തെ. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ഇന്ന് കണക്കൊന്നുമില്ലല്ലോ. 15 വയസ്സായാലും 16 വയസ്സായാലും അച്ഛനായി മാറുന്ന അവസ്ഥയാണ്. तो भी बच्चा उनसे छोटा ही ठहरे. ബാപ്പറിന് 15-16 പ്രായമുള്ളവരും അച്ഛനാണെങ്കിലും ആ അച്ഛനേക്കാളും ചെറുതായിരിക്കില്ല അവരുടെ കുട്ടി. യഹാ വണ്ടർ ദേക്കോ, ബാബ് ബി ആത്മ ബച്ചാ ബി ആത്മ. എന്നാൽ ഇവിടുത്തെ അത്ഭുതം എന്താ? ഇവിടെ അച്ഛനും ആത്മാവാണ്, അതായത് നിരാകാര രൂപമാണ്, ബിന്ദുവാണ്. അതുപോലെ നമ്മൾ മക്കളും കൂടി ആരാണ്? ആത്മാവാണ്. അതായത് സൈസിലൊന്നും എന്തില്ല, വ്യത്യാസം ഇല്ല. വോഹി സുപ്രീം ആത്മ നോളജ്ഫുൾ. എവിടെയാണ് വ്യത്യാസം വരുന്നത്? ബാബ പരമമായിരിക്കുന്ന ആത്മാവാണ്, നോളജ്ഫുള്ളാണ്. ബാക്കി സബ് അപ്പനി പടായി അനുസാർ നീച്ചെ വ ഊഞ്ച് പദ് പാത്തി. ഇന്നലെ ബാബ പറഞ്ഞല്ലോ പരമാത്മ സാഗരമാണ്. ആ സാഗരം എനിക്കാകാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ആരാണ്? ആ സാഗരത്തിൽ നിന്ന് ഉത്ഭവിച്ച നദികളാകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ബാബ പറഞ്ഞു തരണ ആരെത്രത്തോളം പഠിക്കുന്നുവോ അതിനനുസരിച്ച് ഉയർന്നതും താഴ്ന്ന പദവി നേടും. അതുകൊണ്ട് എല്ലാത്തിനും ആധാരം എന്താണ്? പഠിപ്പാണ്. എത്രത്തോളം അറിവ് ഞാൻ ആർജിക്കുന്നു അതിനനുസരിച്ച് എന്നിൽ എന്തുണ്ടാകും? ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. അപ്പോൾ ബാബ പറയണ നല്ല കർമ്മം ചെയ്യുന്നതിലൂടെ മാത്രമേ ഉന്നത പദവി നേടാൻ സാധിക്കും. अभी तुम बच्चों को सृष्टि के आदि मध्यांत का ज्ञान है. ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ സൃഷ്ടിയുടെ ആദി മധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. സ്വർഗമേ സിർഫ് ഭാരതി താ ഔർ കോയി കണ്ട് നഹി താ. സ്വർഗത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ബാബ പറയുന്ന സ്വർഗത്തിൽ കേവലം ഭാരത ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള കോണ്ടിനെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭൂപടം എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ആലില ഷേപ്പിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? ആലിലയിൽ ശ്രീകൃഷ്ണൻ വന്നതായിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ബാപ്പൻ ആ ഒരു ഷേപ്പിലായിരുന്നു ഭൂഖണ്ഡം ഉണ്ടായിരുന്നത്. तो छोटी न्यू इंडिया में अपना स्वर्ग दिखाई.
അതായത് ആ കൊച്ചു രാജ്യത്തിൽ, പുതിയ ലോകത്തിൽ, പുതിയ രാജ്യത്തിൽ, ഭാരതഭൂമിയിൽ എന്ത് കാണിക്കപ്പെടുന്നു? സ്വർഗം കാണിക്കപ്പെടും. ജൈസെ ദ്വാരിക നാം നഹി ലക്ഷ്മി നാരായൺ കി ഡാനസ്റ്റി കാ രാജ്യ ലിഖ്നാ ചാഹിയെ. ബാബ പറഞ്ഞ ഏതുപോലെ ദ്വാരക ഉണ്ടായിരുന്നു, ഭൂമിക്കടിയിൽ പോയി അഥവാ കടലിൻ്റെ അടിയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ബാപ്പണ്ണ അങ്ങനെ ഒരു സംഭവമില്ല. ലക്ഷ്മി നാരായണൻ്റെ രാജ്യം അഥവാ വംശം, ബാപ്പണ്ണ ആ രാജ്യത്തെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ബുദ്ധി ബി കഹത്തി ഹേ സത്യുഗ് മേ പെഹലെ DT ഡൈനസ്റ്റി കാ രാജ്യ ഹോഗ. അതുകൊണ്ട് ഈ ഭാരതഭൂമിയിൽ സ്വർഗരാജ്യം ഉണ്ടായിരുന്നു. അന്ന് ആരുടെ രാജ്യമായിരുന്നു? ശ്രീ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമാണ്, ദേവതാ രാജ്യമാണ്. ഉൻകെ ഗാവ് ഹോങ്കെ, ചോട്ടെ ചോട്ടെ ഇലാക്കെ ഹോങ്കെ. അപ്പോൾ ബാബ പറഞ്ഞു തരണം, ആ ഒരു രാജ്യം എങ്ങനെ ഉണ്ടാകും? കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ധാരാളം ഉണ്ടാകും, ധാരാളം അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏതുപോലെ അതുപോലെ തന്നെ. പക്ഷെ വ്യത്യാസം എന്താണ്? വ്യത്യാസം ഉണ്ട്. ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്ത് കൊച്ചു 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 വീടുകൾ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. വലിയ വലിയ കൊട്ടാരമായിരിക്കും കേട്ടോ. അവരുടെ ഡിസ്ട്രിക്റ്റിലും ഒരു കൊട്ടാരം, അത്രയും സ്ഥലം ഉണ്ടാകും. ഇത്ര ജനസംഖ്യ ഉണ്ടാവില്ലല്ലോ അല്ലേ? സത്യത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടാവുക? 9 ലക്ഷം ആത്മാക്കളുണ്ട്. അപ്പോൾ ഇത്രയും വിസ്താരത്ത് കിടക്കുന്ന ഭൂമിയിൽ ആകെ 9 ലക്ഷം ആത്മാക്കൾ. അപ്പോൾ എത്ര വലിയ സ്ഥലമായിരിക്കും ഉണ്ടാവുക, എത്ര വലിയ കൊട്ടാരമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ബാപ്പണ് വിചാരസാഗര മദനം ചെയ്യ്. എവിടെ ഒരു 3 അടി മണ്ണ് താന്ന് പറഞ്ഞാൽ അടിയും പിടിയും കൊലയൊക്കെ നടക്കും. ബാപ്പണ് അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാകും? അത്രയും വിസ്താരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ഭൂമി ഉണ്ടാകും. साथ साथ शिव बाबा से बुद्धि का योग भी लगाना. ബാപ്പണ് സ്വർഗം എങ്ങനെ ഉണ്ടാകും, സത്യുഗം എങ്ങനെ ഉണ്ടാകും, അവിടെ നമ്മുടെ രീതികൾ എങ്ങനെ ഉണ്ടാകും, ബാപ്പണ് അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ ബാബ പറയാണ്, ബുദ്ധിയോഗം ശിവബാബയോടായിരിക്കണം വെക്കേണ്ടത്. ഹം യാദ് സെ ഹി ബാദ്ഷാഹി ലേത്തെ. ബാബ കാണിച്ചു തന്നതാണ് സ്വർഗം, അതായിരുന്നു നിങ്ങൾ. പക്ഷേ ബാബ പറയുന്ന ആ ഒരു രാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഓർമ്മയുടെ സബ്ജക്റ്റ് പ്രധാനമാണ്. ഓർമ്മയിൽ കൂടി മാത്രമേ രാജ്യാധികാരം നേടാൻ പറ്റൂ. കാരണം യാദ് സെ ഹി കട്ട് ഉത്തർനി ഹേ ഇസ്മേ ഹി സാരി മെഹനത്ത്. സത്യുഗത്തിലേക്ക് പോകണമെങ്കിൽ ആത്മശുദ്ധമായിരിക്കണം, പവിത്രമായിരിക്കണം. അപ്പോൾ ഓർമ്മയിൽ കൂടിയാണ് ആത്മാവിലെ കറകൾ ഇളകിപ്പോവുക. പക്ഷെ ആ ഒരു കാര്യത്തിലാണ് വളരെയധികം പ്രയാസമുള്ളത്. സദാ ബാബയെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. കയ്യോ കി ബുദ്ധി ബാഹർ മേ ധക്ക കാത്തി രഹത്തി. ചിലർ ബാബയെ ഓർമ്മിക്കാനിരിക്കും, പക്ഷെ ബുദ്ധി എന്തായിരിക്കും? ബുദ്ധി എന്തായിരിക്കും? പുറമെ അലഞ്ഞുകൊണ്ടേയിരിക്കും. യഹാ ബൈറ്റേ ബി സാരാ സമയം യാദ് മേ നഹീ രഹ സക്തി. ഇവിടെ ഇരുന്നാൽ പോലും, ബാബയുടെ സെൻറ്ററിലാണെങ്കിൽ പോലും മുഴുവൻ സമയത്ത് ബാബയെ ഓർമ്മിക്കാനും പറ്റാറില്ല. ബുദ്ധി ആ തരഫ് ചലി ജായേഗി. അപ്പോഴും ബുദ്ധി എന്താകും? അല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കും. ഇനിയിപ്പോൾ അമ്മൂമ്മ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഇനി ഞാൻ പോയിട്ട് ഉണ്ടാക്കണോ? ബാപ്പറിന് ഇവിടെ ഇരിക്കുമ്പോഴും ചിന്ത എവിടെ പോകും? ഇല്ല അല്ലേ? ഭക്തി മാർഗമേ ബി ഐസാ ഹോത്ത. ബാപ്പയുടെ ഭക്തി മാർഗത്തിൽ എങ്ങനെയാണ്? പൂജാമുറിയിൽ കയറി ചന്ദനത്തിരി കത്തിച്ച് വിളക്ക് കത്തിച്ച് ഇങ്ങനെ രാമരാമ ജപിക്കുമ്പോഴേക്കും ഒന്ന് പാലെടുത്ത് പുറത്ത് വെക്കണേ, അല്ലെങ്കിൽ പാല് തിളച്ച് പോകുന്നു സിമ്മാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ സീരിയലിൻ്റെ ടൈമാണെങ്കിൽ സീരിയലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ പൂജ നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ബാപ്പണി ഇവിടെയും കുട്ടികൾ ബാബയെ ഓർമ്മിക്കാനിരിക്കും. ലോകം മൊത്തം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഏത്? ബുദ്ധി. അതുപോലെ ആകരുത് എന്ന്. कृष्ण की भक्त करते करते बुद्धि और तरफ चली जाती. नौदा भक्ति वाले दीदार के लिए बहुत मेहनत करते. ലൗകികത്തിൽ ഭക്തി മാർഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഭക്തരാകട്ടെ അഥവാ ഏത് ഭക്തി ചെയ്യുന്നവരാകട്ടെ, അപ്പോൾ ബാപ്പറിന് ഫോട്ടോ മുന്നിൽ വെച്ചിട്ടാണല്ലോ ഭക്തി ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബുദ്ധി പലയിടത്ത് അലഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നൗദാ ഭക്തി ചെയ്യുന്നവർ സാക്ഷാത്കാരത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കും. कितने घंटे बैठ जाते कि कृष्ण के सिवा और कोई याद ना आए, बहुत मेहनत है.
അങ്ങനെ പ്രയത്നിക്കുന്നവരും ഉണ്ട്. എത്രയോ മണിക്കൂറോളം ശ്രീകൃഷ്ണനെ സ്മരിച്ച് ധ്യാനിച്ച് ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർ. इसमें 8 की और 16,000 एक 8 की माला होती है. ചില അമ്പലങ്ങളിലൊക്കെ രുദ്രാക്ഷമാല വെച്ചിട്ടുണ്ട് ജപിക്കാൻ വേണ്ടിയിട്ട്. ചിലത് അഷ്ടരത്നങ്ങളുടെ ഉണ്ടാകും, ചിലത് 16,108 മണികളുടെ മാല ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല, പക്ഷെ നോർത്തിലൊക്കെ ചിലവർ അതിനു വേണ്ടി പോയിട്ടിരിക്കും അമ്പലങ്ങളിൽ ഇത് ജപിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറോളം. वो तो लाखों की माला भी दिखाते, लेकिन ज्ञान मार्ग की माला बहुत कीमती है. ബാബ പറയുന്ന ഭക്തി മാർഗത്തിൽ 16,108 മാലയുണ്ട്, ലക്ഷക്കണക്കിന് മണികളുടെ മാലയുണ്ട്, ഈ ജപമാലകൾ. പക്ഷേ ബാപ്പയുടെ ജ്ഞാനമാർഗത്തിൽ മാല വളരെയധികം വാല്യുബിളാണ്. ഭക്തി മാർഗക്കും സസ്തി ഹെ ക്യോങ്കി ഇസ്മേ റുഹാനി മെഹനത്ത്. ഭക്തി മാർഗത്തിൽ എളുപ്പമാണ്, ഏതൊരു മാല എടുത്താൽ അതിനിങ്ങനെ ജപിക്കാം. പക്ഷെ ഇവിടെ ബാപ്പന് മാല എടുത്ത് ജപിക്കുന്ന അവസ്ഥയല്ലല്ലോ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 1, 2, 3, 4 ഇങ്ങനെ ജപിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെന്താ ചെയ്യേണ്ടത്? ബാബ പറഞ്ഞു തരണ ബുദ്ധി കൊണ്ട് നിങ്ങൾ എന്നെ ഓർമ്മിക്കണം. അതും എങ്ങനെ ഓർമ്മിക്കണം? സ്വ ആത്മ ബിന്ദുവാണെന്ന് മനസ്സിലാക്കി ബിന്ദുവായ ബാബ ഓർമ്മിക്കുക. ഏതാ എളുപ്പം? മാല തിരിക്കലാണോ എളുപ്പം, അഥവാ ഇവിടെ ബാബ ഓർമ്മിക്കുന്നതാണോ എളുപ്പം? ബാബ പറഞ്ഞു ഇവിടെ വളരെയധികം പ്രയത്നിക്കണം. കൃഷ്ണക്കോ ദേ കുഷ്കോ ഡാൻസ് കർത്തേ. ബാപ്പൻ അവിടെ ഒരു കൃഷ്ണൻ്റെ രൂപം കണ്ടാൽ സന്തോഷത്താൽ നൃത്തം ചെയ്യും. ഭക്തിയോ ജ്ഞാൻമേ രാത് ദിൻ കാ ഫറക്ക്. ഇപ്പോൾ ബാബ പറയാണ് കൃഷ്ണനെ കണ്ട മാത്രയിൽ ഒരു സാക്ഷാത്കാരത്തിലൂടെ അവർ സന്തുഷ്ടരാകും. പക്ഷെ ഇവിടെ നമ്മൾ പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണൻ്റെ രൂപം കണ്ട് സന്തോഷിക്കാനല്ല, പിന്നെ പകരം എന്താണ്? കൃഷ്ണനെ പോലായി മാറാൻ, കൃഷ്ണൻ്റെ രാജ്യത്തിൽ വരാൻ വേണ്ടി. അതുകൊണ്ട് ബാപ്പയുടെ ഭക്തി മാർഗത്തിനും ജ്ഞാനമാർഗത്തിനും രാവും പകലിൻ്റെ വ്യത്യാസമുണ്ട്. तुम्हें ये नहीं समझाया जाता कि कृष्ण को याद करने से कट निकलेगी. ഭക്തി മാർഗത്തിൽ അങ്ങനെ ആരെയും പഠിപ്പിക്കാറുണ്ട് കൃഷ്ണനെ ഓർമ്മിച്ചാൽ ആത്മാവിലെ കറ നശിക്കുമെന്ന്? ചെയ്തു കൂട്ടി ഒരുപാട് പാപത്തിൻ്റെ കറകൾ അത് നശിക്കുമെന്ന് ആരും പഠിപ്പിക്കാറില്ല. എന്നാൽ ഇവിടെ ബാബ പഠിപ്പിക്കുകയാണ്, ജിത്തനാ ബാപ്കോ യാദ് കരേങ്കി ഉത്തനാ പാപ് നാശ് ഹോങ്കേ. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നോ അത്രയും നിങ്ങളിലെ പാപം നശിക്കും. ഇപ്പം നമ്മുടെ തലയ്ക്ക് മീതെ എന്തുണ്ട്? ഭാരമുണ്ട് അല്ലേ? ഒരുപാട് ഭാരമുണ്ട്. ആ ഭാരത്തിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖവും അശാന്തിയും വിഷമങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് പറയുക ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കളികളൊക്കെ സമാപ്തമാകണമെങ്കിൽ ഈ ഭാരം എന്താകണം? ഇറക്കണം. അപ്പോൾ ആ ഭാരത്തെ സ്വീകരിക്കാൻ വേണ്ടി ആരാ വന്നിരിക്കുന്നത്? ബാബ. അപ്പോൾ ബാബ വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എന്നെ മാത്രം ഓർമ്മിക്കുക. तुम बच्चे अभी योग बल से विश्व का मालिक बनती हो. ഓർമ്മയിൽ കൂടി എന്ത് നടക്കുന്നു? ഒന്ന്, എൻ്റെ പാപത്തിൻ്റെ ഭാരം നശിക്കും. രണ്ടാമത്തേത് ബാപ്പണ് യോഗബലത്തിൽ കൂടിയാണ് വിശ്വത്തിൻ്റെ അധികാരികളായി മാറുക. ഏ കിസ്കോ സ്വപ്നമേ ബി ക്യാൽ നഹി ഹോഗ. ബാപ്പണ് സ്വപ്നത്തിൽ പോലും ആരെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല സ്വർഗത്തിൻ്റെ അധികാരിയാകുമെന്ന്. लक्ष्मी नारायण ने कोई लड़ाई आदि नहीं की, विश्व के मालिक फिर कैसे बने? ബാപ്പണ് ദേവതകൾ അഹിംസ പരമോധർമ്മികളാണ്. അതുകൊണ്ട് ശ്രീലക്ഷ്മി നാരായൺ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടല്ല രാജ്യം നേടിയത്. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ വിശ്വത്തിൻ്റെ അധികാരികളായിട്ടുണ്ടാവുക? ഏതോത്തും ബച്ചേഹി ജാനത്ത് അല്ലേ? ഇന്ന് അടികൂടാണ് 5 വർഷത്തിൻ്റെ സീറ്റിന് വേണ്ടി പിടിയുമ്പലും. പക്ഷെ ബാപ്പണ് ലക്ഷ്മി നാരായൺ രാജ്യം നേടിയത് എങ്ങനെയാണ്? അപ്പോൾ ബാപ്പൺ ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. तो बाबा कहते योग बल से तुमको राजाई मिलेगी. എങ്ങനെയാണ് നേടുന്നത്? യോഗബലത്തിൽ കൂടിയാണ് രാജ്യാധികാരം നേടുക. परंतु तकदीर में नहीं तो तदबीर भी नहीं करते. പക്ഷെ ആ കുട്ടിയുടെ ഭാഗ്യത്തിൽ ഇല്ല എങ്കിൽ ബാപ്പൺ അവർ പുരുഷാർത്ഥം ചെയ്യില്ല, സർവീസേബിൾ ആകാനും പറ്റുകയില്ല. എന്തില്ലെങ്കിൽ ബാബ പറയണ ഭാഗ്യത്തിലില്ല എങ്കിൽ അവർ പുരുഷാർത്ഥം ചെയ്യില്ല. രണ്ടാമത്തേത് സർവീസേബിൾ ആകാനും പറ്റുകയില്ല.
बाबा तो डायरेक्शन देते रहते कि ऐसे ऐसे प्रदर्शनी करो. ബാബ ഡെയിലി മക്കളോട് എന്താ പറയുക, കുട്ടി ഇത്തരത്തിൽ പ്രദർശനി ചെയ്യും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കംസേ കം 150-200 പ്രദർശനിയാ एक दिन में हो जाए. വടിയാവും. അപ്പോൾ ബാബ പറഞ്ഞു തരണ കുറഞ്ഞത് ഒരു ദിവസം 150-200 എക്സിബിഷൻ എങ്കിലും നടക്കണമെന്ന്. അതെ. ഗാവ് ഗാമേ ചക്ര ലഗാവ്. പാപ്പണ ഗ്രാമം തോറും നിങ്ങൾ ചക്രം ചുറ്റണം. അതായത് ബാബ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രദർശനയോ അത്തരത്തിലുള്ള ടാബ്ലോസ് ഉണ്ടാക്കി ഏത് വിധത്തിൽ വേണമെങ്കിലും സേവ ചെയ്യണം. ജിത്തനെ സെൻറ്റേഴ്സ് ഉത്തനെ പ്രദർശനി. എത്ര സെൻറ്റർ ഉണ്ടോ അത്ര പ്രദർശനികളും നടക്കണം. एक സെൻറ്റർ पर പ്രദർശനി होने से समझाने में सहज हो जाएगा. ശരിയാണ്. ഒരു സെൻറ്ററിന് 200-150 ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എത്ര സെൻറ്റർ ഉണ്ടോ അവരൊക്കെ 1-2 അത്തരത്തിലുള്ള എക്സിബിഷൻ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ 150-200 അല്ല 1000 വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാപ്പൺ ഓരോ സെൻറ്ററുകാരും നടത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമാകും. സെൻറ്റേഴ്സ് ബി ദിൻ പ്രതിദിൻ ബഡേ ഹോത്തെ ജായെങ്കി ജോ ചിത്ര ആദി ബി രഖ് സക്കെ. ബാപ്പറിന് സെൻറ്ററുകളും കൂടി ഓരോ ദിനം വർദ്ധിച്ചു വരികയില്ലേ, അതുകൊണ്ട് ധാരാളം ചിത്രങ്ങൾ വെക്കാനും കഴിയും. ചിത്രവും കി ബി ഇൻവെൻഷൻ നിക്കൽത്തി റഹത്തി. ഇത് ബാബ പണ്ട് ഉണ്ടാക്കിച്ച ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ. പക്ഷെ ഇപ്പോൾ ഒക്കെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ബാബ ഇത് അന്ന് പറഞ്ഞ കാര്യമാണ്. വൈകുണ്ഠ കാ ചിത്ര खूबसूरत महलों आदि के भारत का बनाना चाहिए. ബാബ പറഞ്ഞ സ്വർഗത്തിൻ്റെ ചിത്രങ്ങൾ വളരെ സുന്ദരമായിട്ട് ഭാരതത്തിൻ്റെ കൊട്ടാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇന്ന് സ്വർഗത്തിൻ്റെ പിക്ചേഴ്സൊക്കെ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആഗേ ചൽ സംജാനെ കെ ലിയെ അച്ഛേ അച്ഛേ ചിത്ര നിക്കൽത്തെ ജായെങ്കെ. ബാബ പറയണ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ മറ്റുള്ളവർക്ക് ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി പുതിയ പുതിയ രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടുപിടിക്കും. വാനപ്രസ്ഥ അവസ്ഥ വാലെ ഗുംത്തെ ഫിർത്തെ ബി സർവീസ് കർത്തേ രഹെ. ഇനി ബാപ്പന് വാനപ്രസ്ഥ അവസ്ഥയിലുള്ള കുട്ടികൾ അവർ നടന്നുകൊണ്ട് തന്നെ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ജിൻകാ ഭാഗ്യോദയ ഹോഗാ വോ നിക്കലേഗാ. ബാബ പറഞ്ഞ് ഓരോരുത്തർക്ക് ജ്ഞാനം കൊടുത്തോണ്ടേ പോകും. ആരുടെ ഭാഗ്യത്തിലുണ്ടോ അവരുടെ ഭാഗ്യോദയമാകും. കൈ ബച്ചി കുക്കർമക്കർ അപ്പനെ ആബറോ ഗവാത്തി ഹെ തോ യജ്ഞയ്ക്ക് ഇജ്ജത്ത് ഗവാത്തി ഹെ. പക്ഷേ ബാപ്പന് ചില കുട്ടികൾ അങ്ങനെയുണ്ട്, തെറ്റായ പ്രവൃത്തികളൊക്കെ ചെയ്ത് സ്വന്തം മാനവും ഇല്ലാതാക്കും. അതായത് സ്വയത്തിനും ആദരവ് നഷ്ടപ്പെടുത്തും, യജ്ഞത്തിൻ്റെ ആദരവ് നഷ്ടപ്പെടുത്തും. ജയ്സി ചലൻ വൈസാപ്പത്. അതുകൊണ്ട് ബാപ്പന് നിങ്ങളുടെ നടപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് പദവി നേടും. ജോ ബഹുത്തോങ്കോ സുഖ ദേത്താ ഉൻകോത്താ നാം ഗായാ ജാത്താന. ബാപ്പറിന് 2 പ്രകാരത്തിലുള്ള മക്കളുണ്ട്. നല്ലോണം ബാബയെ ഓർമ്മിച്ച് സർവീസ് ചെയ്ത് പദവി നേടുന്ന കുട്ടികളുണ്ട്. അതേസമയത്ത് ബാബ പറയുന്ന തെറ്റായ കർമ്മങ്ങൾ ചെയ്ത് ശ്രീമത വിരുദ്ധത്തിന് നടന്ന് സ്വയം മാനഹാനി ഉണ്ടാക്കും, യജ്ഞത്തിൻ്റെ പേരും ചീത്തയാക്കും. അതുകൊണ്ട് ബാബ പറഞ്ഞു തരണം, ആര് നല്ലോണം നടക്കുന്നു അവർ നല്ല പദവി നേടും. ആര് നല്ലോണം മറ്റുള്ളവർക്ക് സുഖം നൽകുന്നു അവരുടെ പേര് പ്രസിദ്ധമാകും. സർവഗുണോമേ സമ്പന്ന നഹി ബനി ഹോന. ബാബ എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ബാബ പറയണ ഇനിയും ആരും എന്തായിട്ടില്ല, സർവഗുണങ്ങളാലും സമ്പന്നരായിട്ടില്ല. കൊയ് ബഡി അച്ചി സർവീസ് കറേ. അതുകൊണ്ട് ചില കുട്ടികൾ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നവരുമുണ്ട്. ഐസെ നാം സുൻ ബാബ ഖുഷ് ഹോത്തെ. സർവീസേബിളായിരിക്കുന്ന കുട്ടികളുടെ പേര് കേൾക്കുമ്പോൾ ബാബയ്ക്കും സന്തോഷമാണ്. സർവീസേബിൾ ബച്ചോ കോ ദേഖ് ബാബ ഖുഷ് ഹോഗാന. ബാബ പറഞ്ഞ സർവീസേബിളായിരിക്കുന്ന കുട്ടികളെ കാണുമ്പോഴും ബാബയ്ക്ക് സന്തോഷമല്ലേ. അച്ചി സർവീസ് മേ മേനത്ത് കർത്തി റഹത്തി. ബാബയുടെ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിൽ സേവനത്തിൽ പ്രയത്നിക്കുന്ന മക്കളും ഉണ്ട്. സെൻറ്റേഴ്സ് ബി കോൽത്തി റഹത്തി. അങ്ങനെയുള്ള കുട്ടികൾ എന്താകും, സെൻറ്ററുകൾ തുറക്കാൻ നിമിത്തരാകും. ആയിരക്കണക്കിന് ആത്മാക്കളുടെ മംഗളം ചെയ്യും. ഉൻകെ ദ്വാര ഫിർ ബൗത്ത് നിക്കൽത്തെ ജായെങ്കെ. ഒരു സെൻറ്റർ തുറക്കാൻ നിമിത്തമായി അവിടെ ഒരുപാട് ആത്മാക്കൾ വന്ന് ജ്ഞാനം കേട്ടു. അവരിലൂടെ മറ്റുള്ളവർക്കും
ജ്ഞാനം എത്തിക്കാൻ കഴിയും. സമ്പൂർണ്ണത്തോ കോയി നഹി ബൻ, അതിൻ്റെ അർത്ഥം ബാപ്പണ് സമ്പൂർണ്ണ ആയി എന്നല്ല. ബാബ പറഞ്ഞു തരണം, ആരും സമ്പൂർണ്ണരായിട്ടില്ല. ബോലെ ബി കുച്ച് നാ കുച്ച് ഹോത്തി ജാത്തി മായ ചോടത്തി നഹി, ബാപ്പൺ ആരെയും മായ വെറുതെ വിടാറില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജിത്തനെ സർവീസ് കർ അപ്പനി ഉന്നതി കരെങ്കിൽ ഉത്തനാഹി ദിൽ പർ ചടേഗ. ഒരു കാര്യം ഉറപ്പാണ്, ആരെത്രമാത്രം സർവീസ് ചെയ്യുന്നോ അത്ര തന്നെ അവരെന്താകും, ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടും, അത്ര തന്നെ ഉയർന്ന പദവിയും അവർ നേടും. ഫിർ കൽപ്പ് കൽപ്പ് ഐസാഹി പദ് ഹോഗ, അത് പിന്നീട് എന്താകും, അവിടെ നിശ്ചയിക്കപ്പെടും. കൽപ്പവും അതുപോലെ അവർ പദവി നേടിക്കൊണ്ടിരിക്കും. ബാബ സേത്തെ കോയി ചിപ് നഹി സക്ത, ബാബ പറയണ ബാബയിൽ നിന്നും ആർക്കും മറഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും ആരുണ്ട്, ബാബയുണ്ട്. അതുകൊണ്ട് ബാബണ് എനിക്കെല്ലാം അറിയാം. അന്തമേ ഹരേക്കു അപ്നെ കർമ്മോ കാ സാക്ഷാത്കാർ തോ ഹോത്താ. അല്ല, ബാബയ്ക്ക് അറിയാമെങ്കിലും ബാബ പറയോ നീ ഇങ്ങനെ ചെയ്തു ഇല്ല. പിന്നെന്താ സംഭവിക്കുക, അവസാന സമയത്ത് ഓരോരുത്തർക്കും അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ സാക്ഷാത്കാർ അവരുടെ മുന്നിൽ തന്നെ ഉണ്ടാകും. ഫിർ ക്യാ കർ സക്കേഗ, മുന്നിൽ ഇങ്ങനെ കാണും, സ്ക്രീനിൽ കാണുന്നത് പോലെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തു ഇതൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേവലം എന്താണ്, പശ്ചാത്തപിക്കുക മാത്രം. റോന പടേഗ, ആ സെക്കൻഡ് എങ്ങനെയുള്ളതായിരിക്കും, 1 മണിക്കൂറിൻ്റെ സ്ക്രീൻ പ്ലേ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാബ പറഞ്ഞ ആ സമയത്ത് ഉറക്കം നിലവിളിച്ച് കരയേണ്ടതായി വരും. इसलिए बाबा समझाते रहते कि ऐसा कोई भी कर्म नहीं करो जो अंत में सजा के बागी बनो, पश्चाताप करना पड़े. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബാബ എന്താ പറഞ്ഞു തരുന്നത്, അത്തരത്തിലുള്ള കർമ്മം ചെയ്യാതിരിക്കൂ. അന്തിമ സമയത്ത് ശിക്ഷ ഭോഗിക്കുന്ന വിധത്തിൽ അതോ പശ്ചാത്തപിക്കുന്ന വിധത്തിൽ ബാബ പറഞ്ഞ കർമ്മം ഒന്നും ചെയ്യരുത്. परंतु कितना भी समझाओ तकदीर में नहीं है तो तदबीर करते ही नहीं. ബാബ ഡെയിലി പറയുന്നുണ്ട്, പക്ഷെ കുട്ടികളുടെ ഭാഗ്യത്തിൽ ഇല്ല എങ്കിൽ അതിനുള്ള പുരുഷാർത്ഥം ചെയ്യില്ല. ആജ്കൽ കെ മനുഷ്യത്വ ബാപ്കോ ജാൻതി നഹി, ഇന്ന് ലോകം ഭഗവാനെ അറിയുന്ന പോലും ഇല്ല. ഭഗവാൻ കോ യാദ് കർത്തെ ലേക്കിൻ ജാൻതെ നഹി, ഭഗവാനെ എന്ന് വിളിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്, പക്ഷെ ബാബ പറയണേ ആരും എന്നെ തിരിച്ചറിയുന്നില്ല. ഉൻകാ കെഹനാ നഹി മാൻതെ, ഭഗവാൻ പറഞ്ഞതും ആരും അനുസരിക്കുന്നുമില്ല. अभी उस बेहद के बाप से तुम्हें सत्योगी स्वराज्य का वर्षा मिलता है सेकेंड. ആരെയാണോ നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചത് ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ പരിധിയില്ലാത്ത അച്ഛൻ. അവരിൽ നിന്ന് തന്നെയാണ് സത്യോഗി സ്വരാജ്യത്തിൻ്റെ സ്വത്ത് 1 സെക്കൻഡിൽ നമ്മൾ നേടുന്നത്. ശിവബാബ കാ നാം തോ സഭി പസന്ദ് കർത്തേ ഹേ ന. ഭഗവാനിൽ നിന്ന് സ്വത്ത് നേടാൻ എത്ര സമയം വേണം? അവിടെ ലൗകികത്തിൻ്റെ സ്വത്ത് നേടാൻ പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയായാലും സ്വത്ത് കയ്യിലൊന്നും കിട്ടില്ല അല്ലേ. ഇനി അവർ പ്രായമായിട്ട് അവർക്ക് തോന്നണം ഞാൻ ഇന്നോ നാളെ മരിക്കും, അപ്പം വില്ല എഴുതി കൊടുക്കും. ചിരിക്കുന്ന വേണ്ട, അതുവരെ വില്ലൊന്നും എഴുതൂലല്ലോ അല്ലേ. നാളെ ഇന്ന് അഥവാ കുട്ടികൾ എന്നെ പുറത്തെവിടെയും തള്ളിപ്പറഞ്ഞ് എവിടെയെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടയാക്കിയാലോ പറഞ്ഞിട്ട് ഇന്ന് ആരും എന്താവില്ല, പെട്ടെന്നൊന്നും എഴുതി കൊടുക്കൂല. പക്ഷെ പറഞ്ഞു വെക്കാം, നിനക്ക് ഈ ഭാഗത്ത് ഇത്ര സെൻറ്റ്, ഈ ഭാഗത്ത് ഇത്ര സെൻറ്റ്, അല്ലാണ്ട് ധൈര്യപൂർവ്വം ആർക്ക് എഴുതി കൊടുക്കില്ലല്ലോ. അപ്പം എത്ര വർഷം കാത്തിക്കണം. ഇവിടെയാണെങ്കിലോ ബാബയിൽ നിന്ന് സ്വത്തെടുക്കാൻ എത്ര സമയം എടുക്കും? ബാബ പറഞ്ഞു ഒരേ ഒരു സെക്കൻഡ്. ഏതളവിലാണ്? ഏത് സെക്കൻഡ് ഞാൻ ബാബയെ തിരിച്ചറിയുന്നു ആ സെക്കൻഡ് ബാബയോട് വിൽ ചെയ്യും, എൻ്റേതെല്ലാം നിൻ്റേതാണുള്ളത്. പക്ഷെ അത് എടുക്കാനും താക്കത്ത് വേണം, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ബാബയുടെ സ്വത്ത് എന്താ? ഏക്കർ കണക്കിന് ഭൂമിയൊന്നും ഇല്ലല്ലോ, ഉണ്ടാ അല്ലേ നളിനി സിസ്റ്ററെ? ബാബ നൽകുന്ന സ്വത്ത് എന്താ? സംഗമയുഗത്തിൽ ബാബയിൽ നിന്നും കിട്ടുന്ന സ്വത്ത് എന്താണ്? ഭഗവാനിൽ നിന്നും കിട്ടുന്ന സ്വത്ത് എന്താണ്? ജ്ഞാനം, ശാന്തി,
സുഖം, ശക്തി, സ്നേഹം ഇതൊക്കെ ആരിൽ നിന്ന് കിട്ടുന്ന സ്വത്താ? ബാപ്പിൽ നിന്ന്. അതെടുക്കാൻ എത്ര സമയം വേണം? 1 സെക്കൻഡ് അല്ലേ? 1 സെക്കൻഡ്. അതുകൊണ്ട് ബാപ്പനെ ശിവബാബ കാ നാം തോ സഭി പസന്ദ് കർത്തെ. എല്ലാവരും ഭഗവാനെ എന്ന് വിളിക്കുന്നില്ല. ഇഷ്ടപ്പെടാത്തവരാരും കണ്ട് ശിവനെ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. ബച്ചേ ജാനത്തെ കി ഉസ് ബേഹദ് കെ ബാബ് സെ സ്വർഗ കാ വർഷ മിൽ രഹാ. ഭക്തി മാർഗത്തിൽ ഭഗവാൻ അറിഞ്ഞില്ല എങ്കിൽ പോലും ഇഷ്ടത്തോടെ എല്ലാവരും ഭഗവാനെ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ബാബ പറഞ്ഞ നിങ്ങൾ മക്കൾ മനസ്സിലാക്കുന്നു, ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ പരിധിയില്ലാത്ത അച്ഛൻ. ആ അച്ഛനിൽ നിന്ന് തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്വത്ത് എനിക്ക് ലഭിക്കുന്നത്. ഇവിടെ ഞാനത് നേടിയെടുത്താൽ അവിടെ എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഇവിടെ ഞാൻ അനുഭവിക്കണത് സുഖമാകട്ടെ, ശാന്തിയാകട്ടെ, ശക്തിയാകട്ടെ, ഈശ്വര സ്നേഹമാകട്ടെ, അതൊക്കെ ഞാൻ എവിടെ അനുഭവിക്കണം? ഇവിടെ അല്ലേ? ഡോക്ടറാകാൻ പഠിക്കുന്ന കുട്ടി ഡോക്ടറായിരിക്കില്ലല്ലോ, അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പിന്നീട് ഡോക്ടർ എന്നുള്ള ബോർഡൊക്കെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ബാബ പറയണ്, രാജാവും ദേവതകളൊക്കെ ആകുന്നത് അവിടെയാണ്. പക്ഷെ അതായിത്തീരുന്നത് എവിടെയാണ്? ഇവിടെ ഞാൻ ആയിരിക്കണം. അതിനുള്ള വിദ്യ ബാബ പഠിപ്പിക്കാൻ. അച്ഛാ, മീറ്റേ മീറ്റേ സിക്കിലതേ ബച്ചോം പ്രതി माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. हम रूहानी बच्चों के रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ്. ഇന്ന് എന്തെല്ലാം ധാരണ ചെയ്യേണ്ടത്? ഫസ്റ്റ് പോയിന്റ് ബാബ പറയുന്നു, അപ്നി ചലൻ സേ ബാപ് കാ വ യജ്ഞ കാ നാം ബാല കർനാ ഹെ. തൻ്റെ നടപ്പിലൂടെ ബാബയുടെയും യജ്ഞത്തിൻ്റെയും പേര് പ്രശസ്തമാക്കണം. തൻ്റെ നടപ്പിലൂടെ അതോ സ്വഭാവത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ ബാബയുടെയും യജ്ഞത്തിൻ്റെ പേരും പ്രശസ്തമാക്കണം. ഐസാ കോയി കർമ്മ നാ ഹോ ജോ ബാപ് കി ഇജ്ജത്ത് ജായേ. ബാബയുടെ മാനം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കർമ്മമൊന്നും ചെയ്യരുത്. സർവീസ് സേ അപ്നാ ഭാഗ്യ ആപേ ഹി ബനാന. ബാബയുടെ മാനം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത്. സർവീസിലൂടെ തൻ്റെ ഭാഗ്യത്തെ സ്വയം ഉണ്ടാക്കണം. സർവീസിലൂടെ തൻ്റെ ഭാഗ്യത്തെ സ്വയം ഉണ്ടാക്കണം. അല്ലേ? തലവിധി, തലയെഴുത്ത് എന്നൊക്കെ നമ്മൾ പറയാം. ആരെയോ എഴുതി വെച്ചതുപോലെ നമ്മൾ പറയാം. ഭക്തിമാർഗത്തിൽ എന്തോരു തലവിധിയാണ്, എന്തോരു തലയെഴുത്താണെന്ന് പറഞ്ഞിട്ട് തലമണ്ടൊക്കെ ഇങ്ങനെ ഇട്ടടിക്കും. ഇപ്പോൾ ബാബ പറയാണ്, മറ്റാരും എഴുതി വെച്ചതല്ല, നീ തന്നെ എഴുതി വെച്ചതാണ്. അപ്പം എങ്ങനെ എഴുതിയത്? കർമ്മം. ഞാൻ എന്ത് കർമ്മം ചെയ്തു അത് വിധിയായിട്ട് ഞാൻ തന്നെ ഇവിടെ എഴുതി വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ ബാപ്പണ തിരുത്ത്, ഈ ജാതകം, ശാസ്ത്രം ഇതൊക്കെ തിരുത്തി എഴുതാനുള്ള പേന ബാബ നമുക്ക് നൽകണം. അതാണ് ബാപ്പണ് കർമ്മം. അതാണ് ബാബ സർവീസ് എന്ന് പറഞ്ഞത്. സർവീസിലൂടെ എൻ്റെ ഭാഗ്യത്തെ ഞാൻ തന്നെ ഉണ്ടാക്കണം. രാജാവാകണമെങ്കിലും ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ പ്രജ ആകണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോ. അവിടെ ജീവിക്കണോ അതും ഞാൻ തന്നെ ഉണ്ടാക്കണം. അല്ല ഒന്നില്ലാത്തവനായി ദരിദ്രനായി ജീവിക്കണോ അതും ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പം എന്താകണം തീരുമാനിക്കേണ്ടതാരാ? ഞാൻ തന്നെ. 2 बाप समान कल्याणकारी बन
സർവ്വകി ആശീർവാദിലെ ആകെ നമ്പർ ലേന. ബാബയുടെ സമാനം മംഗളകാരിയായി സർവരിൽ നിന്നും ആശീർവാദം നേടി, സർവരിൽ നിന്നും ആശീർവാദം നേടി ഫസ്റ്റ് നമ്പറിലെത്തണം. സർവരിൽ നിന്നും ആശീർവാദം നേടി ഫസ്റ്റ് നമ്പറിൽ എത്തണം. അപ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഏതാണ്? നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒറ്റ കാര്യമാണ്, അതാണ് ആശീർവാദം. എല്ലാവരുടെ അനുഗ്രഹങ്ങളും നമുക്കുണ്ടായിരിക്കണം. गृहस्थ व्यवहार में रह कमल फूल समान रहने की अच्छी बहादुरी दिखानी है. ഗൃഹസ്ഥ പരിവാരത്തിൽ ഇരുന്നു കൊണ്ട്, അതായത് കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് താമരപുഷ്പ സമാനം, താമരപുഷ്പ സമാനം ഇരിക്കാനുള്ള സാമർഥ്യം കാണിക്കാൻ. താമരപുഷ്പ സമാനം ഇരിക്കാനുള്ള സാമർഥ്യം കാണിക്കണം. वरदान. सहयोग द्वारा स्वयं को सहयोगी बनाने वाले. സഹയോഗത്തിലൂടെ സ്വയമിനെ സഹജയോഗികളാക്കി മാറ്റുന്ന, സഹയോഗത്തിലൂടെ സ്വയമിനെ സഹജയോഗിയാക്കി മാറ്റുന്ന നിരന്തര യോഗിയായി ഭവിക്കൂ. നിരന്തര യോഗിയായി ഭവിക്കൂ. विशदीकरण. संगम युग पर बाप का सहयोगी बन जाना. സംഗം യുഗത്തിൽ ബാബയുടെ സഹയോഗികളാവുക. യഹി സഹജയോഗി ബന്നേ കി വിധി ഹെ. ഇത് തന്നെയാണ് സഹജയോഗികളാകാനുള്ള വിധി. സംഗമയുഗത്തിൽ ബാബയുടെ സഹയോഗികളാവുക, ഇത് തന്നെയാണ് സഹജയോഗിയാകാനുള്ള വിധി. जिनका हर संकल्प शब्द कर्म बाप की व अपने राज्य की स्थापना के कर्तव्य में सहयोगी रहने का है, उसको ज्ञानी योगी तो आत्मा निरंतर सच्चा सेवादारी कहा जाता. ആരുടേതാണോ ഓരോ സങ്കല്പം, ഓരോ വാക്ക്, ഓരോ കർമ്മം ബാബയുടേത് അഥവാ തൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനയുടെ കർത്തവ്യത്തിൽ, സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനയുടെ കർത്തവ്യത്തിൽ സഹയോഗിയാകാനുള്ളത് തൻ്റെ ഓരോ വാക്ക്, സങ്കല്പം, കർമ്മത്തിലൂടെ ബാബയുടെ സഹയോഗി അഥവാ തൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനയുടെ കർത്തവ്യത്തിൽ സഹയോഗികളാകാനുള്ളത് അവരെ ജ്ഞാനി യോഗി ആത്മ, അവരെ ജ്ഞാനി യോഗി ആത്മ നിരന്തര സത്യസേവാദാരി എന്ന് വിളിക്കപ്പെടും. നിരന്തരം സത്യസേവാദാരി എന്ന് വിളിക്കപ്പെടും. അതായത് നിരന്തരം സേവ അവരിലൂടെ നടക്കും. എങ്ങനെ? ബാബ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സേ നഹി തോ തൻസേ, തൻസേ നഹി തോ ധൻസേ, ധൻസേ ഭി നഹി ഹോ तो जिसमें सहयोगी बन सकते हो उसमें सहयोगी बनो. മനസ്സുകൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുക. മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ
ശരീരം കൊണ്ട് ചെയ്യുക, ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ധനം കൊണ്ട് ചെയ്യുക, ധനം കൊണ്ട് ചെയ്യുക. ഒരു പക്ഷേ ധനം കൊണ്ടും സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല, സഹയോഗം കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഏത് വിധത്തിലാണോ നിങ്ങൾക്ക് സഹയോഗി ആകാൻ സാധിക്കുക ആ വിധത്തിൽ സഹയോഗികളാകണം. ഏത് വിധത്തിൽ നിങ്ങൾക്ക് സഹയോഗിയാകാൻ സാധിക്കുക ആ വിധത്തിൽ സഹയോഗികളാകണം. അത് തന്നെയാണ് യോഗം. ബാബയുടെ കാര്യത്തിൽ ഈ 3 പ്രകാരത്തിലും സഹയോഗിയാകാൻ പറ്റുന്നില്ല എങ്കിൽ ബാബ പറയണ അവർക്ക് ഉദ്യോഗം വെക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ബാബയുടെ ഓർമ്മ വരിക? ജബ് ഹോ ഹി ബാപ്കെ, നിങ്ങൾ ബാബയുടേതായിരിക്കുകയാണ്. തോ ബാപ്പ് ഓർ ആപ്പ് തീസ്ര കോയി നാ ഹോ. അപ്പോൾ നിങ്ങൾക്കിടയിൽ ബാബ പിന്നീട് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ കടന്നു വരരുത്. ഇസ്സേ നിരന്തർ യോഗി ബൻ ജായേഗ. ആ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോഴേ നിരന്തര യോഗികളാകാൻ പറ്റും. ബാബ പിന്നീട് നിങ്ങൾക്കിടയിൽ മൂന്നാമത്തൊരാൾ വരരുത്. അപ്പോഴേ നിരന്തര യോഗികളാകാൻ സാധിക്കും. അപ്പോൾ സഹയോഗികൾ തന്നെയാണ് ആരായി മാറാൻ പറ്റുക? സഹജയോഗികളും നിരന്തര യോഗികളാകാൻ പറ്റുക. അതിന് ബാബ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് അപ്പം നിരന്തര യോഗം നടക്കണം. ബാബയെ നിരന്തരം എല്ലാ സമയത്തും ബാബയുടെ ഓർമ്മ എന്നിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ആധാരം എന്താണ്? സഹയോഗം. ബാബ പറഞ്ഞല്ലേ എങ്ങനെ സഹയോഗികളാകണം, അത് സഹജയോഗിയാക്കി മാറ്റും. ഓർമ്മിക്കേണ്ടതായി വരില്ല, ഓർമ്മ എന്നിൽ ഉണ്ടായിരിക്കും. സ്ലോഗൻ സംഗം പർ സെഹൻ കർന അർത്ഥാത് മർനാ ഹി സ്വർഗ കാ രാജ്യ ലേന. സംഗമയുഗത്തിൽ സഹിക്കുക അർത്ഥം മരിക്കുക എന്നത് തന്നെയാണ്. സംഗമയുഗത്തിൽ സഹിക്കുക അർത്ഥം മരിക്കുക എന്നത് തന്നെയാണ് സ്വർഗത്തിൻ്റെ രാജ്യം നേടുക. നേരത്തെയും ബാബ മരിക്കു പറഞ്ഞു, ഇപ്പോഴും മരിക്കു പറഞ്ഞു. എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ രാജ്യം നേടുക എന്നതാണ്. അച്ഛാ, ഓം ശാന്തി. അതുകൊണ്ട് ഇന്ന് ബാബ ഇന്നത്തെ ഗീതം തന്നെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മർനാ തേരി ഗലിമേ ജീനാ തേരി ഗലിമേ. അപ്പം അതുകൊണ്ട് ഇന്ന് ബാബ അങ്ങനെ പഠിപ്പിക്കാൻ എങ്ങനെയാണ് കുട്ടികൾ മരിച്ച് ജീവിക്കേണ്ടത് ഈ സംഗമയുഗത്തിൽ. അല്ല, ഒരിക്കൽ മരിച്ചാൽ മതിയല്ലോ, ഡെയിലി മരിക്കണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത്. അപ്പോൾ മാത്രം അതിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വിഷമം ഉണ്ടാകും. അപ്പം അതിന് ബാബ വിദ്യ പഠിപ്പിച്ചു തരാണ്. ആത്മബോധത്തിലിരുന്ന് അച്ഛനെ ഓർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് ഇതാണ്. 100-ൽ 100 മാർക്ക് നേടി ഫസ്റ്റ് പ്ലേസ് നേടിയവർ അനിത സിസ്റ്റർ ചൊവ്വ, ഡോക്ടർ പ്രവീണ ചൊവ്വ സെൻറ്റർ, രാകേഷ് കുമാർ ചൊവ്വ സെൻറ്റർ, സുമേഷ് ഭായ് ചാലാട്, ജയം ഭായ് ചാലാട്, പ്രേംദീപ് ചാലാട്, അനിത സിസ്റ്റർ ചാലാട്. അപ്പോൾ ഇത്ര 8 പേരുണ്ട്. ബിനീഷ് ഭായ് ചൊവ്വ. അപ്പോൾ 8 പേരാണ് 100-ൽ 100 ഇന്ന് നേടിയത്. രണ്ടാമത്തെ പ്ലേസ് നേടിയത് 94 മാർക്ക് 100-ൽ. അതിൽ മാളവിക തളിപ്പറമ്പ. തേർഡ് പ്ലേസ് 93 മാർക്കോട് കൂടിയാണ്. അതിൽ ഡോക്ടർ നീതു ചൊവ്വ സെൻറ്റർ, കോമല സിസ്റ്റർ തളിപ്പറമ്പ, ബിൻരാജ് ഭായ് തളിപ്പറമ്പ, ഗീത സിസ്റ്റർ വടകര, ജ്യോതി സിസ്റ്റർ പാനൂർ, പാർവതി കുട്ടി തളിപ്പറമ്പ, ബാബുഭായ് വടകര, കുസുമലത സിസ്റ്റർ തളിപ്പറമ്പ്. അപ്പോൾ എല്ലാവരും നല്ല മാർക്കോട് കൂടി മുന്നോട്ട് വരുന്നുണ്ട്.
ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, മാർക്കിന് വേണ്ടിയിട്ടല്ല ഈ ക്വിസ്. ദയവ് ചെയ്ത് മാർക്ക് എന്നുള്ളത് ബുദ്ധിയിൽ നിന്ന് എടുത്ത് കളയാം. കാരണം പലർക്കും പല ചിന്തകളും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ബാബയുടെ മുരളി കഴിയുന്നതും, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് ബാബ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ബാബ എന്നോട് എന്തെല്ലാം കാര്യങ്ങളാണ് സമയത്തിനനുസരിച്ച് സൂചന നൽകുന്നത്, ആത്മാവിനെ സത്വപ്രധാനമാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ശ്രേഷ്ഠതയിലേക്ക് ഉയരാൻ വേണ്ടി ബാബ ഓരോ ദിവസം ആത്മാവിന് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, അത് എനിക്ക് മനസ്സിലാവേണ്ടേ, കുറച്ചെങ്കിലും എൻ്റെ ബുദ്ധിയിൽ ഉണ്ടാകണ്ടേ. എന്നാലല്ലേ ബാബയുടെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, മാർക്ക് നേടാനല്ല നമ്മൾ ക്വിസ് ചെയ്യുന്നത്. എത്രത്തോളം എൻ്റെ ബുദ്ധിയിൽ ബാബ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് എൻ്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന്. രണ്ടാമത്തെ പോയിൻ്റ്, എല്ലാവരും പറഞ്ഞു 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂറിൻ്റെ ദൈർഘ്യം വേണ്ടാന്ന്. 1 മണിക്കൂർ ആക്കാനുള്ള കാരണമുണ്ട്. അതായത് ബുദ്ധിയുള്ളവർ മൊബൈൽ പെട്ടെന്ന് തന്നെ അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയും. പക്ഷേ പല അമ്മമാർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അവർ തുറക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 15 മിനിറ്റ് ആവും. അപ്പോൾ 15 മിനിറ്റിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? പിന്നെ പല സ്ഥലങ്ങളിൽ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. ഇത് കുത്തി വരുമ്പോഴേക്കും 15 മിനിറ്റ് ആയാൽ അവർക്ക് എങ്ങനെയാണ് എക്സാം എഴുതാൻ പറ്റുക? അപ്പം അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് 1 മണിക്കൂർ. ഇനി അങ്ങനെ ആരെങ്കിലും സ്വയംനെ ചതിച്ചിട്ട് ബാബയുടെ മുരളിയൊക്കെ നോക്കിയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അത് ബാബ കാണില്ല. എന്ന് ബാബ പറഞ്ഞില്ല എല്ലാം എനിക്കറിയാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്നോട് സത്യസന്ധത പുലർത്തുന്ന കുട്ടികളായിരിക്കണം. രണ്ടാമത്തത് ബാബയോട് സത്യസന്ധതയുള്ള കുട്ടികളാകണം. പഠിക്കുന്ന കുട്ടികൾ 100 നേടാൻ പറ്റും. നോക്കി എഴുതുന്നവർ 100 എടുത്തോട്ടല്ലേ. അതിനിപ്പോൾ എന്ത് ചെയ്യുക? അവസാനം സത്യമൊത്ത് പോകാൻ പറ്റില്ലല്ലോ ആ 100 കൊണ്ട്. അപ്പം അതുകൊണ്ട് അത് കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ബാബയുടെ കുട്ടികളായതുകൊണ്ട് ബാബ പറഞ്ഞത് എന്താ? എല്ലാവരെയും കൈപ്പിടിച്ച് ഒരുമിച്ച് നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് മുരളിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വയ്യാത്തവരുണ്ടാകും, പുറകെ വരുന്നവരുണ്ട്, അവരും ഫസ്റ്റിലേക്ക് വരണ്ടേ. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ബുദ്ധിയിൽ വെക്കേണ്ട. നമ്മൾ മുരളി ക്വിസ് ചെയ്യുക. ഞാൻ എന്നെ ചെക്ക് ചെയ്യുക, എത്രമാത്രം ബാബയുടെ പോയിൻറ്റ്സ് എൻ്റെ ബുദ്ധിയിൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനെയുള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം പലരുടെ ചോദ്യങ്ങളും വരാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാർക്ക് നേടിയതിൽ സന്തോഷം. അവർക്ക് മനസ്സുകൊണ്ട് കൺഗ്രാജുലേഷൻ പറയാം. നാളെ ഞാനും അത്രയും മാർക്ക് എടുക്കുമെന്ന് ഞാൻ പ്രയത്നിക്കണം. ഓം ശാന്തി. നിമിഷം എത്ര ധന്യം, സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ആ നിമിഷം എത്ര ധന്യം, സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ബാബാ ശിവ ബാബാ, നിർമ്മലമാം സ്നേഹദ്യുതി പകർന്നീടവേ മാനസപൂവനീലാനന്ദഭരിതമാം നാദം. ആരോരുമറിയാതെ സംഗമയുഗത്തിൽ വന്നു നീ, പാരിലെങ്ങും ശാന്തി മന്ത്രം ഏകി നീ.
പരമധാമത്തിൽ പ്രശോഭിതമാം പരമദീപ്തത്തിൽ മനമാഴ്ന്നിടവേ ആത്മലയത്തിൻ നിർവൃതിയാം അനുഭൂതിയായി എന്റെ ജന്മ